സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. പറയുന്നത് കേൾക്കാലോ അല്ലേ? കേൾക്കാം. ഗുഡ് ഈവനിങ് ടീച്ചർ. സ്ക്രോൾ ആവുന്നില്ല. ലളിതാംബിക ചേച്ചി മാത്രമേ കയറിയുള്ളൂ? Good evening, ma'am. നിങ്ങളുടെ അവിടെ മഴയുണ്ടോ? ഇവിടെ കൽപ്പറ്റയിൽ ഇപ്പം തീർന്നു മഴ. ഇവിടെ നല്ല മഴയാണ് ചേച്ചി. മഴയാണ്, നെറ്റ് കിട്ടുന്നില്ല. ഇത് എല്ലാം സ്റ്റക്കായി നിൽക്കുവാണ്. ഇതെല്ലാം കൂടി പ്രസന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോഴേ
മൊത്തത്തിൽ ആ സ്റ്റക്കായി ഓക്കെ. നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. PPT ആ ഒന്നും ഓക്കെ അനങ്ങുന്നില്ല, എന്തുവാന്ന് അറിയില്ല. ഓക്കെ. വെയിറ്റ് ചെയ്യാം, കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ഒരു 5 മിനിറ്റ് നോക്കാവേ. ആയിക്കോട്ടെ. ഓക്കെ. എന്നിട്ട് ഇത്ര പേരേ ഉള്ളോ ആകെ? ഒരു 2 പേരേ ഉള്ളോ? അറിഞ്ഞു കാണിയല്ലേ, ആരും ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. ഇന്ന് ക്ലാസ് ഉണ്ടെന്ന് ഇന്ന് അറിയില്ലല്ലോ. അല്ല, ക്ലാസ്സിന് ഇന്റിമേഷൻ വന്നിട്ടുണ്ടായിരുന്നല്ലേ ചേച്ചി? ഉണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാനത് സ്ക്രോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കാണുന്നുണ്ട് കാണുന്നുണ്ട് ഓക്കെ ഓക്കെ. കാണുന്നുണ്ട്, ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. കാണുന്നില്ലേ? ഉണ്ട്. ഓക്കെ. പിള്ളേരും മറ്റുള്ളവർക്ക് കാണുന്നുണ്ട്, എനിക്ക് കാണുന്നുണ്ട് നല്ലോണം. സിഗ്നിഫിക്കൻസ് ഓഫ് റൂറൽ ഗവാൻസ്, അതാണ് നമ്മളിപ്പം. അപ്പൊ പിന്നെ ആ നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങാമല്ലോ അല്ലേ? ആ തുടങ്ങാം. മറ്റുള്ളവർ സാവകാശം ജോയിൻ ചെയ്തുള്ളൂമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് 7 വരെ ക്ലാസ് ഉള്ളൂ. നാളെ നമ്മുടെ പുതിയ ഇൻടേക്കിന്റെ ക്ലാസ്സുകളാണല്ലോ. മീൻസ് ആ അതിന്റെ ഇനാഗ്രൽ ആണ്, അറിയാലോ. പുതിയ നമ്മുടെ 7th ഇൻടേക്കുകൾ വരെയാണ്. അപ്പം ആ ആ അതിന്റെ വീഡിയോ എങ്ങനെ നമുക്ക് ഓൺ ആയി കിടപ്പുണ്ടോ? ഇല്ലല്ലോ. ചേച്ചി വീഡിയോ ഓൺ ആയിട്ടുണ്ടോ? ഈ PPT മാത്രമേ ഉള്ളൂ? PPT മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ, എന്നെ കാണുന്നില്ലല്ലോ? ഇല്ല മാം. ആ ഓക്കെ.
അതായത് നമ്മൾ ഈ നെറ്റ്വർക്ക് ഇഷ്യൂ വരുമ്പോഴുണ്ടല്ലോ ഈ PPT ആയിട്ട് നമ്മളിങ്ങനെ പ്രസന്റ് ചെയ്യുന്ന നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെറ്റ് ഡൗൺ ആവുമ്പോ പാടാണ്. ഓക്കെ, എന്നാൽ നമ്മൾ കഴിഞ്ഞതിന്റെ അടുത്ത യൂണിറ്റ്, അതായത് റൂറൽ ഡെവലപ്മെന്റ് 5ാമത്തെ ബ്ലോക്ക് ആണ് ഇപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, ട്രെൻഡ്സ് ആൻഡ് ചേഞ്ച് ഇൻ റൂറൽ സൊസൈറ്റി. സോ നിങ്ങൾക്ക് ഓൾറെഡി തന്നെ അറിയായിരിക്കും നമ്മുടെ റൂറൽ സൊസൈറ്റിയിൽ ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡ്സിനെ കുറിച്ചും ചേഞ്ചസിനെ കുറിച്ചുമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മളിപ്പം എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാവോ, അതിന്റെ എന്താണ് ഓക്കെ എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. എന്താ കാര്യം എന്നറിയാവോ, മറ്റേതുപോലെ മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ കണ്ടോണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. മീൻസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുന്നിൽ ഇരിക്കുന്ന എന്താണെന്നറിയോ, ഈ സ്ക്രീനാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ പേരുകളോ ഇതൊന്നും ഞാൻ ഇവിടെ ഇപ്പൊ കാണുന്നില്ല. നിങ്ങളല്ല, ഞാൻ ഇതിലിട്ടിട്ട് അരി എടുക്കുക. അപ്പൊ എനിക്ക് അപ്പുറത്തെ റേഡിയോ പോലെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അത് മാത്രല്ല, ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലാണ് ചില ഡൗട്ട് നമുക്ക് വരുന്നത്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ പോലും ഞാൻ അറിയില്ല, കാരണം ഞാൻ ഇതിലാണ്. മനസ്സിലായോ? അപ്പൊ എന്തെങ്കിലും അങ്ങനെ കുറച്ചു നേരം നിങ്ങൾ വിട്ടായിരിക്കുമ്പോ ഞാൻ ചോദിക്കുമ്പോ ആണെങ്കിലും പറയാ, അപ്പൊ എനിക്ക് മനസ്സിലാവും അപ്പുറത്ത് ആളുണ്ട് എന്ന്. എനിക്ക് ഒരു ക്ലാസ്സിന് ഒരു കംപ്ലൈന്റ് വന്നു. അതുകൊണ്ടാണ് ഒരു സാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ എത്ര പറഞ്ഞിട്ട് സാർ കേൾക്കുന്നില്ല. സാറ് കേൾക്കില്ല, കാരണം സാറ് PPT ഇട്ടേക്കുമല്ലേ. അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. എത്ര പേര് കേറി? സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് റൂറൽ സോഷ്യോളജി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് നമ്മുടെ എന്താണ് റൂറൽ സോഷ്യോളജി അല്ലെങ്കിൽ റൂറൽ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നമുക്ക് തന്നെ അറിയാം, പണ്ട് നമ്മൾ റൂറൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓ അവന്റെ റൂറലാ എന്ന് പറയും. പക്ഷെ ഇപ്പൊ നമ്മൾ റൂറലിലോട്ട് പോയി നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും, അവര് നമ്മളെക്കാൾ മോഡേൺ ആണ് അല്ലേ. അപ്പൊ പല കാര്യത്തിലും നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം നോക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റ്, ഡ്രസ്സിംഗ് കോഡ്, അതൊക്കെ ഇപ്പം റൂറലിലും അർബണിലും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതായത് പണ്ട് കാലത്തൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, ഈ റൂറൽ ഏരിയയിലൊക്കെ എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിന് പകരം അവരെന്താണ് രാവിലെ ചോറുണ്ടെന്നവരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പം ആ ഒരു ഫുഡ് ഹാബിറ്റ് ട്രെൻഡൊക്കെ മാറി. അവിടെയും ചപ്പാത്തിയും അല്ലെങ്കിൽ ദോശയും ആ ഒരു രീതിയിലോട്ടൊക്കെ എന്താണ് ഒരു 10-15 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന റൂറൽ അല്ല ഇപ്പോഴത്തെ റൂറൽ. അപ്പൊ ആ ഒരു ചേഞ്ചസ് അവിടെ വന്നു. അതുപോലെ അവിടെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും, എന്താണ് മുടിയൊക്കെ നല്ല എണ്ണയൊക്കെ വെച്ച് അങ്ങ് തേച്ച് പിടിച്ച് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ആ കുട്ടികളെ കണ്ടാൽ നമുക്കറിയാം. പക്ഷെ ഇന്ന് നമുക്ക് ആ റൂറൽ അർബൺ എന്ന് പറയുന്ന അത്രയും വലിയൊരു എൻറ്റയർലി ഒരു ഡിഫറൻസ് നമുക്ക് ഷോ ചെയ്യാൻ പറ്റത്തില്ല ഇല്ലേ. അതാണ് മെയിൻ ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, എന്താണ് നമ്മുടെ ചേഞ്ചസ്, എന്തൊക്കെ ചേഞ്ചസ് വന്നു നമ്മുടെ സെൽഫ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്, അതുപോലെ പഞ്ചായത്ത് രാജ് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങള്, അതിന്റെ ഭാഗമാണല്ലോ നമ്മുടെ എഡ്യൂക്കേഷന്റെയും നമ്മുടെ ഇലക്ഷന്റെയും റിസർവേഷന്റെയും പവറിന്റെയും ഫിനാൻസിന്റെയും ഇതിന്റെ എല്ലാത്തിന്റെയും ഭാഗമായിട്ടാണ് ഈ ചേഞ്ചസ് വരുന്നത് അല്ലേ. എഡ്യൂക്കേഷൻ നമ്മൾ പുറത്തു പോയി എങ്ങനെയാണ് ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്, എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ റൂറലിൽ നിന്ന് ഒരു കുട്ടി അർബനിൽ എത്തുമ്പോൾ ആ അർബനിലേക്കുള്ള ആ ഒരു ചേഞ്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ കുറെ ചേഞ്ച്, നമ്മൾ ആ പഴയ ഒരു പവിത്ര മൂവിയിലൊക്കെ ഒരു കൊച്ചിനെ കൊണ്ടുപോയി മുടി മുറിച്ച് മോഡേൺ ആക്കുന്ന ഉള്ള സിനിമകളിൽ വന്നു പോയതാണ്. പക്ഷെ ഇപ്പം അത്രത്തോളം ഇല്ലെങ്കിൽ പോലും പല കുട്ടികളും ഇങ്ങനെ ഒരു ഉദാഹരണം തന്നെ ഇടയ്ക്ക് ഒരു ഹോസ്റ്റലിൽ പോയി ഒരു കുട്ടി അതിന്റെ അമ്മ കുട്ടിയെ ഹോസ്റ്റലിൽ നിന്ന് വിളിക്കാൻ പോവാണ്. അപ്പൊ കുട്ടി എന്താണ് ഷർട്ടും ജീൻസും ഷർട്ടും ഇട്ടിരിക്കുന്നത്, പക്ഷെ ഷർട്ട് 2-3 ബട്ടൺസ് അയച്ചിട്ട് ഇങ്ങനെ മേലെടുത്ത് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഉടനെ ആ കുട്ടി ഇങ്ങനെ ചോദിക്കുകയാണ്, ഇത് അമ്മ ചോദിക്കുകയാണ് ഇതെന്താ ഈ ഷർട്ട് ഇങ്ങനെ, ഇതാണ് ഇപ്പോഴത്തെ മോഡൽ. അപ്പൊ അമ്മ എന്താ പറഞ്ഞു, ഇത് അഴിച്ച് നേരെ 8 ബട്ടൺ ഇട്ടെങ്കിൽ ഇതിന്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഇതില് ആ ബട്ടൺ ഇട്ടത് വന്നാൽ മതി എന്ന് പറയുന്ന ഒരു ടിപ്പിക്കൽ മദറാണ്. പക്ഷെ മോഡേൺ ആണെങ്കിൽ ശരി അങ്ങനെ വന്നോളൂ എന്ന് പറയുന്ന അമ്മമാരുമുണ്ട്, വാട്ട് എവർ മേ ബി. എന്നാൽ പോലും കുട്ടികൾ ആ ഒരു സ്ഥലത്തിട്ട് പോയി മാറി വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചസ്, അപ്പൊ അതിന്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് പോസിറ്റീവ് ചേഞ്ചസും ഉണ്ട് നെഗറ്റീവ് ചേഞ്ചസും ഉണ്ട്. സോ പോസിറ്റീവായിട്ട് ഒരുപാടുണ്ട്,
എപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ, തെറ്റുകളല്ലേ ആദ്യം പറയും. അപ്പൊ പോസിറ്റീവ് ഒരുപാടുണ്ട്. അപ്പൊ ആ പോസിറ്റീവിനൊക്കെ കാരണമായിരിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്, പഞ്ചായത്ത് രാജ് വന്നതും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് പറയാലോ വനിതകളുടെ റെപ്രസെന്റേഷനും അതുപോലെ തന്നെ നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സും ഇലക്ഷനൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് തന്നെ വോട്ട് ചെയ്യാം. വോട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അവരെ സെലക്ട് ചെയ്യാനും ഒക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മൾ ഇത്രയൊക്കെ സീറ്റിൽ വോട്ട് ചെയ്ത് കൊടുത്താലും ഇതുവരെ നമുക്ക് ഒരു തീരുമാനമാവാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലെ. അതും നമ്മളുടെ ഒരു എന്താണ് പറയാ, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എങ്ങനെ എടുക്കാം. സോ അപ്പൊ അങ്ങനെ നമുക്ക് എന്താണ് നമുക്ക് ഇഷ്ടമുള്ളത് പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള ആ ഒരു ഗുണം. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ പഠിക്കാൻ പോയി, നമുക്ക് ജോലി കിട്ടി, നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്തു, പിന്നെ നമ്മൾ എന്താണ് ഒരുപാട് എന്താണ് ചെറിയ ചെറിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ഫിനാൻസ് സെക്യൂർ ആയി. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈല് മാറിയിട്ടുണ്ട്. അതുപോലെ പണ്ടെന്ന് പറഞ്ഞാൽ റൂറൽ വനിതകളൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് വീട്ടമ്മമാരായിരുന്നു. കുടുംബശ്രീ വന്നു. കുടുംബശ്രീക്ക് ഭയങ്കര ഡെവലപ്മെന്റ് ആണ്. അതിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും. അതിനുശേഷം അവര് ആദ്യം അവിടുത്തെ പ്രസിഡന്റ് ആയി, സെക്രട്ടറി ആയി അല്ലെ. അത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ എന്തായി, പഞ്ചായത്തിന് ഇതായി, മെമ്പറായി. അപ്പൊ എങ്ങനെയാണ് അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കാനും അല്ലെങ്കിൽ അവർക്ക് എന്താണ് മറ്റുള്ളവരുടെ മുന്നിൽ പെരുമാറാനും ഉള്ള ആ ഒരു ഷൈനസും അതൊക്കെ മാറി അവരെന്ത് ചെയ്തു, നമ്മുടെ സമൂഹത്തിലോട്ട് വന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ പ്രത്യക്ഷ ഉള്ള എന്താണ് ഒരു ജനറലി ഉള്ള നമ്മുടെ ആ ഒരു ചേഞ്ചസ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മളിപ്പോ ആധികാരികമായിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഇതും കൂടി ഉൾക്കൊള്ളുകൊണ്ട് നമ്മൾ പഠിക്കണം. സോ മെയിൻ ആയിട്ട് എന്താണ് നമ്മളുടെ സിഗ്നിഫിക്കൻസ് ഇൻ PRIs ഇൻ റൂറൽ ഗവൺമെന്റിന്റെയാണ്. അതായത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് നമ്മളുടെ ഇതിൽ വരുമ്പോൾ, അതായത് നമ്മുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമ്മളിൽ വന്നപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു, നമ്മളുടെ ഭരണത്തിൽ അതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് എന്തായിരുന്നു എന്നുള്ളതാണ്. പഞ്ചായത്ത് രാജ് പ്രിൻസിപ്പൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അറിയില്ല, നമ്മുടെ ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ പ്രധാന ഒരു സംവിധാനമാണ് നമ്മൾ പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത്, അറിയായിരിക്കും. സോ എന്താണ് ഇൻ റൂറൽ ഇന്ത്യ, എസ്പെഷ്യലി റൂറൽസിൽ പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം ഫോർ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഇൻ റൂറൽ ഇന്ത്യ എന്നാണ് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ഹൗ PRIs ഇൻവോൾവ് ഇൻ ദ സ്ട്രക്ചറൽ ഫ്യൂച്ചേഴ്സ്, ലീഗൽ സ്റ്റാറ്റസ്, റോൾസ് ആൻഡ് ലിമിറ്റേഷൻസ്, ഇലുമിനേറ്റ്സ് ഹൗ ഡെമോക്രാറ്റിക് അക്കൗണ്ടബിലിറ്റി, ലോക്കൽ ഗവൺമെന്റ് ആൻഡ് സോഷ്യൽ ഇൻക്ലൂഷൻ ഇൻ ഇന്റർസെക്ട് ഓഫ് ദ ഗ്രാസ് റൂട്ട്. അതിന് ഗ്രാസ് റൂട്ട് ലെവലിൽ, അതായത് നമ്മൾ എന്താണ് ഗ്രാസ് റൂട്ട് ലെവലിൽ അവിടെ ഭരണഘടനമായ സവിശേഷതകൾ അല്ലെങ്കിൽ അതിന്റെ പരിമിതികൾ അതൊക്കെ എങ്ങനെയാണ് വികസിച്ച് വരുന്നത്, എങ്ങനെയാണ് ജനാധിപത്യത്തിന്റെ അതിന്റെ ഒരു ഉത്തരവാദിത്തം, ആ ഒരു പ്രാദേശിക സ്ഥലത്തിന്റെ വികസനം, എങ്ങനെയൊക്കെയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്താണ് നമ്മുടെ 73 അഡമെന്റ് ആണ് അല്ലെ. 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അഡമെന്റ് വാസ് that moment because it transferred PRIs from ad hoc situationary bodies into a constitutionally recognized local self-government institution with എന്താണ് ഗ്യാരണ്ടീസ് സെലക്ഷൻസ് ആണ്. അതായത് നമ്മൾ എന്താണ് 73ാം ഭരണഘടന ഭേദഗതി അനുസരിച്ച് നമുക്ക് താൽക്കാലിക നിയമാനുഗതമായ സ്ഥാപനങ്ങളിലൊക്കെ എന്ത് പറ്റുന്നത്, ഭരണഘടനമായ ഒരു അംഗീകരിക്കപ്പെട്ട ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൊണ്ടുവന്നു, ഉറപ്പായ ഒരു തിരഞ്ഞെടുപ്പ് രീതി കൊണ്ടുവന്നു. അങ്ങനെ ഒരു എന്താണ് പ്രവർത്തനങ്ങളുടെ പട്ടികയും അതുപോലെ അതൊക്കെ ഒന്ന് ഭേദഗതി ചെയ്ത് ആഫ്റ്റർ ബിഫോർ, മുമ്പും ഇപ്പോഴുമുള്ള ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻസും എല്ലാം ഒന്ന് മാറ്റി റെഡിയാക്കി എന്ത് ചെയ്തു, ഒരു രാഷ്ട്രീയ ഭരണതന്ത്രമായിട്ട് എന്താണ് വിലയിരുത്തി മാറ്റി ഒരു റൂറൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ ആർക്ക് സാധിച്ചു, ഈ പഞ്ചായത്ത് രാജ് പഞ്ചായത്ത് രാജിന്റെ ഇൻസ്റ്റിറ്റ്യൂഷന് സാധിച്ചു എന്നുള്ളതാണ്. അതായത് എന്താണ് ആ ഒരുപാട് മാറ്റങ്ങൾ, അതായത് എപ്പോഴും നമുക്കറിയാലോ ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു ബോഡി, അതായത് ഫസ്റ്റ് നമ്മൾ പറയില്ലേ സോഷ്യോളജിക്കാർക്ക് പറയാം എന്താണ് എപ്പോഴും ഒരു മാറ്റം എവിടെ നിന്നാണ് വരേണ്ടത്, സൊസൈറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഏറ്റവും ഫസ്റ്റ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ സൊസൈറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഫാമിലി, കുടുംബം, അതെ നമ്മുടെ ഫാമിലിയാണ്. നമ്മളെ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ ആദ്യം എവിടെ നിന്ന് കൊണ്ടുവരണം, നമ്മുടെ ഫാമിലി തുടങ്ങണം, കൊണ്ടുവന്നാലാണ് അപ്പൊ ആ ഫാമിലികൾ ചേർന്ന് ആ ഒരു ലൊക്കാലിറ്റിയായി, ആ ലൊക്കാലിറ്റിയിൽ ഒരു മാറ്റം വരുമ്പോൾ അത് നമ്മുടെ മൊത്തം സൊസൈറ്റിയിൽ എഫക്റ്റ് ആവും. അപ്പൊ എപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ഫാമിലിയിൽ തന്നെയാണ് കൊണ്ടുവരുന്നത്. പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫാമിലിയിൽ നിന്ന് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്കൂളിലോട്ട് വിടുന്നത്. അപ്പോഴാണ് സ്കൂളിന്റെ ഇമ്പോർട്ടൻസ്, ബാക്കി കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കും.
അങ്ങനെ ഓരോ സ്ഥലത്തും നമ്മൾ എത്രത്തോളം എവിടെ നിന്ന് പഠിച്ചാലും ഡെയിലി ലൈഫിൽ നമ്മൾ ചിലത് പഠിക്കുന്നുണ്ട്. അതും എന്താണ് പുസ്തകത്തിലുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് അറിവ് തരുന്നുണ്ട്. ശരിയല്ലേ? നമ്മൾ ഓരോ ഡേ ബൈ ഡേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ. സോ അപ്പൊ അങ്ങനെ എപ്പോഴും നമ്മളെപ്പോഴും കുട്ടികൾ തന്നെ ആയിരിക്കും അല്ലെ? നമ്മൾ ചിലപ്പോൾ ടീച്ചർ ആയാലും ടീച്ചർ കുട്ടിയാണ്. എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾക്ക് അറിയാത്ത കാര്യം ചിലപ്പോൾ എനിക്കറിയായിരിക്കും. സോ അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. സോ അതുപോലെ തന്നെയാണ് നമ്മുടെ ഡെവലപ്മെന്റ്സ് എപ്പോഴും ചെറിയ 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 നമ്മളൊരു 15 വർഷം പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ആ ഒരു ഡെവലപ്മെന്റ്സ് ഓരോ പാർട്ടികളും അവരുടെ ക്രെഡിറ്റ് എടുത്ത് പറയുന്നുണ്ടെങ്കിലും ടോട്ടൽ ഇതുപോലെയുള്ള പല പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ ശരിക്കും വലുതാണ്. പണ്ടുള്ള കുട്ടി ഗ്രാമങ്ങളിലുള്ള റോഡുകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാം ഇപ്പൊ ടാറിടാത്ത ഏതെങ്കിലും റോഡുണ്ടോ? വളരെ വിരളമാണ്. അതുപോലെ കുഞ്ഞു കുഞ്ഞു വഴികളൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും സഹകരണത്തോട് തന്നെ വലിയ വീതി കൂട്ടി അവരൊരു വീട്ടിലോട്ട് വണ്ടി കയറുന്ന സെറ്റപ്പായി. പണ്ടൊക്കെ എങ്ങനെയല്ലല്ലോ, എല്ലാവരും നടപ്പാതകളല്ലേ. സോ അപ്പൊ അതൊക്കെ നമ്മൾ വികസിപ്പിച്ചെടുത്തു. പക്ഷെ ഇതിന് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് എന്താണ്? ഈ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അല്ലെ? കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരാളുടെ വീട്ടിൽ സ്ഥലം കൊണ്ട് അയാൾ കൊടുത്താലല്ലേ അപ്പുറത്താൾക്ക് വണ്ടി കയറുള്ളൂ. അല്ലാതെ അപ്പൊ ചില കാര്യങ്ങളിൽ ക്യാഷ് അല്ല, ചില കാര്യങ്ങളിൽ അതുപോലെ നമ്മൾ റോഡ് സൈഡിൽ വീട് വെച്ച് എത്ര ആളുകളുണ്ട്. അപ്പൊ ആ റോഡ് സൈഡിൽ നിന്ന് ആ വീടെല്ലാം എടുത്തുകൊണ്ട് പോയിട്ടാണ് അവിടെ ഹൈവേ വന്നത്. അപ്പൊ നമ്മൾ അത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം നമുക്ക് അതിനുള്ള ഇൻകം അവർ തരുന്നുണ്ട്. എന്നാൽ പോലും നമ്മൾ അതിനോട് എന്താണ് നമുക്കും കൂടി തോന്നണം. അതാണ് എൻ്റെ പോയിന്റ്. നമുക്കും കൂടി തോന്നി നമ്മളത് ചെയ്താൽ മാത്രമേ ആ ഒരു വികസനം എന്ത് സംഭവിക്കത്തുള്ളൂ, അവിടെ സാധ്യമാകത്തുള്ളൂ അല്ലേ? അപ്പൊ എല്ലാ കാര്യത്തിനും ആ ഒരു വിട്ടുവീഴ്ചയും ആ ഒരു ഇതും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നാട് എന്ത് ചെയ്യും, കുറച്ചും കൂടി ബെറ്റർ ആവും. സോ ഹിസ്റ്റോറിക്കൽ ട്രാജക്ടറി ഓർ റൂറൽ ഗവേൺസ്, അതായത് നമ്മളുടെ എന്താണ് ഗ്രാമീണ തദ്ദേശ സ്വയംഭരണത്തിന്റെ ഒക്കെ ഒരു ചരിത്രമായ ഒരു പാത, പണ്ടുള്ള ഒരു കാര്യം എങ്ങനെയാണ് ഈ ഭേദഗതിക്ക് മുന്നേ എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ആഫ്റ്റർ ബിഫോർ സ്വാതന്ത്ര്യത്തിന് ശേഷവും എന്താണ് അതിന് കിട്ടുന്നതിന് മുമ്പ് ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അതിന് കിട്ടിയതിന് ശേഷം എന്താണ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഫേസ് ദ ട്വിൻസ് ടാസ്ക് ഓഫ് നാഷണൽ ബിൽഡിംഗ് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. Policy makers and reformers argued that local participation could improve planning, increase administrative reach, and cultivate civic conscience. Several programs, experiments, that means community development programs from 1952 and the National Extension Service sought to integrate rural development with local institution, but results were mixed. Okay, committee report soon become central to ഷേപ്പിംഗ് ദി പോളിസി റെസ്പോൺസ് എന്നാണ് പറയുന്നത്. അതായത് എന്താണ് നമ്മളുടെ ദേശീയ പങ്കാളിത്തമൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്തതാണ് അത് മെച്ചപ്പെടുത്താനും അതുപോലെ 1952 വികസന പരിപാടി, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് ഇങ്ങനെയൊക്കെ എന്താണ് സ്ഥാപനങ്ങളുമായിട്ടൊക്കെ സംയോജിപ്പിക്കാൻ ശ്രമിച്ചിട്ട്, പക്ഷെ നമുക്കതിൻ്റെ ഒരു എന്താ പറയാ അതിൻ്റെ ഒരു ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സമ്മിശ്രമായിരുന്നു എന്നാണ്. എന്ന് വെച്ചിട്ട് അതൊരു വലിയൊരു സംഭവമായിട്ട് മാറിയില്ല. ഒരു കാര്യമുണ്ട്, നമ്മൾ ആദ്യം പല പല കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും, അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിന് കുറെ നമ്മളൊരു വേറൊരു എക്സാമ്പിൾ പറയും. ഇപ്പൊ നമ്മളൊരു ഉത്സവം നടത്താൻ പോകുന്നു. ഉത്സവം നടത്താൻ പോകുമ്പോൾ നമ്മൾ എങ്ങനെ പെട്ടെന്ന് കയറിയ ഉത്സവം നടത്തുകയാണ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം അതിനെക്കുറിച്ചൊരു പ്ലാൻ ഇട്ട് എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ച് ചെറിയ ചില കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് അങ്ങനെ നമ്മൾ ആ ഒരു ഇതിലോട്ട് എത്തുന്നത്. സെയിം സാധനമാണ് ഇവിടെ. നമ്മൾ ആദ്യം കുറെ സംഭവങ്ങൾ കൊണ്ടുവന്നു. അന്നും ഈ 70th അഡ്മെന്റ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ അതിന് മുമ്പേ അതൊക്കെ കൊണ്ടുവന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി, നമ്മൾ അതിന് കുറച്ച് കമ്മിറ്റീസ് എല്ലാം നമ്മൾ കീ കമ്മിറ്റീസ് ആൻഡ് മോഡൽസ് ആണ്. അതായത് എന്താണ് ബൽവാത്രായ് മേത്ത കമ്മിറ്റി. ഓക്കെ, ബൽവാത്രായ് മേത്ത കമ്മിറ്റി എന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1957 റെക്കമെൻഡഡ് എന്താണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. അതായത് അവർ ജനാധിപത്യത്തിന്റെ ഒരു വികേന്ദ്രീകരണം എന്ന് പറയുന്നത് ഡീസെൻട്രലൈസേഷൻ ആൻഡ് 3-tier പഞ്ചായത്ത് രാജ് സിസ്റ്റം. അങ്ങനെയാണ് എന്താണ് ഈ കമ്മിറ്റികളൊക്കെ നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തെ എന്ത് ചെയ്തത്, സജസ്റ്റ് ചെയ്തത്. 3-tier പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നുമില്ല, വില്ലേജ്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് എന്ന് പറയും. ഓക്കെ, വില്ലേജ്, ബ്ലോക്ക്, ഡിസ്ട്രിക്ട് ഈ ലെവലിലോട്ട് അതിനെ മാറ്റി, അത്രയേ ഉള്ളൂ. അപ്പൊ എന്താണ് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു 4-tier പറയാം, അതാണ് ഗ്രാമപഞ്ചായത്തുകളും ഉണ്ടല്ലോ അല്ലെ. പക്ഷെ എന്നാൽ പോലും മാം കുറച്ച് പേര് കേറാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു മാം ലിങ്കില്. ആണോ? ഓപ്പൺ ആക്കി ഇട്ടിരിക്കുകയാണല്ലോ. അതെ, ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന ലിങ്കില് അവർക്ക് കേറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുന്നുണ്ട്.
ലിങ്ക് ഞാൻ ഓപ്പൺ ആക്കിയാണല്ലോ കൊടുത്തത്. ഹലോ, ഹലോ കേക്കാവോ? പിന്നെ ഇത് 4th സെമിസ്റ്റർ 4ാമത്തെ സെമിസ്റ്റർ ആണോ? എന്താണ്? ഇത് BA സോഷ്യോളജി 4ാം സെമിസ്റ്ററിന്റെ ഭാഗമാണോ? അതെ, ഇത് റൂറൽ സോഷ്യോളജിയാണ്. 4ാം സെമിസ്റ്റർ അല്ലേ? 6th സെം അല്ലേ ഇത്? 6th സെമ്മ. നിങ്ങൾ ഓക്കെ ഓക്കെ. ക്ലാസ് മാറി ഇരിക്കുന്നുണ്ടോ? അല്ല, നമ്മളെ സെമിസ്റ്റർ 4ആണ്. നമ്മളൊരു ലിങ്ക് അയച്ചിട്ടുണ്ടായിരുന്നില്ലേ സെമസ്റ്റർ എല്ലാം പറഞ്ഞ് കൃത്യമായിട്ട്? ഉണ്ടായിരുന്നു. ഇത് 6th സെമർ ഇന്ത്യക്ക് 2 എന്നല്ലേ, ബ്ലോക്ക് 5 നമ്മൾ കൊടുത്തില്ലേ? 06 DC ആണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. B21 SO 06 DC. ആ പേപ്പർ തന്നെയാണോ ഇരിക്കുന്നത് നോക്ക്. ഇനി ആർക്കാ ലിങ്ക് കണക്ട്? ഞാൻ ലിങ്കില് ഇപ്പം ഈ PPT കണക്ട് ചെയ്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഹോസ്റ്റ് ഓൺ ആക്കി ഇട്ടേക്കാണ്. അപ്പൊ ആർക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കയറാൻ പറ്റും. എന്നാൽ ഞാൻ ആഡ് ചെയ്യല്ല ഇവിടെ നിന്ന്. പിന്നെ എനിക്കിവിടെ കാണാനും പറ്റുന്നില്ലല്ലോ. ഞാൻ എങ്ങനെ ആഡ് ചെയ്യാൻ നിൽക്കട്ടെ, നോക്കട്ടെ. ആഡ് പീപ്പിൾ, ഒരു മിനിറ്റ്. കുറെ പീപ്പിളിലേക്ക് ഇവിടെ കാണുന്നുണ്ട്. 6 പേരാണോ ജോയിൻ ചെയ്തേ? ചിലപ്പോ അവർക്ക് കയറാൻ പറ്റുന്നില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒത്തിരി പേരുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ, 10-20 പേരൊക്കെ ഉണ്ടായിരുന്നു, കുറെ പേരുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ കയറാൻ പറ്റാതെ വരേണ്ട ഒരു സാധ്യത ഇല്ലല്ലോ. വേറെ നോക്കിയില്ലല്ലോ. സംഭവം. ഹലോ, നമ്മളെ ഇതിനകത്ത് 6 പേരേ ഉള്ളൂ. ഔദ്യോഗിക ഗ്രൂപ്പില് ആ ഈ ലിങ്ക് ഒന്നും വന്നിട്ടില്ല. വേറൊരു ഗ്രൂപ്പിൽ നമ്മളെ പ്രൈവറ്റ് ആയിട്ട് ഗ്രൂപ്പ് വന്ന ആ ലിങ്ക് കയറിയത് ഞാൻ. അപ്പൊ ഞാൻ 4ാമത്തെ സെമിസ്റ്റർ ആണ്. ഇന്ത്യക്ക് 5 വെട്ട ആളാണ്. അപ്പൊ ഞാൻ അതിലറിഞ്ഞാൽ ഇതുവരെ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് മുമ്പ് വന്നിരുന്നു. ഔദ്യോഗിക ഗ്രൂപ്പിൽ ഇതിനെപ്പറ്റി ഇങ്ങനെ ലിങ്ക് വന്നിട്ടില്ല. ഒറ്റ മിനിറ്റ്, ഞാനൊന്ന് ലിങ്ക് നോക്കട്ടെ. ലിങ്ക് ഒന്ന് അവിടെ ചെക്ക് മലപ്പുറത്തിന്റെ ഇതിൽ വന്നിട്ടില്ല കേട്ടോ. മലപ്പുറം നമ്മളെ മൊണ്ടമ്പറമ്പ് സ്കൂളിന്റെ ആ കെയർ വന്നിട്ടില്ല എന്നാ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ മറ്റേ പ്രൈവറ്റ് ഗ്രൂപ്പിലാണ് കയറിയത്. പ്രൈവറ്റ് ഗ്രൂപ്പോ? പ്രൈവറ്റ് ഒരു വ്യക്തിന്റെ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഈ ലിങ്ക് വന്നത്. ഈ ലിങ്കിന്റെ മറ്റേ നമ്മളെ മലപ്പുറത്തിന്റെ ആ ഒരു ഔദ്യോഗിക ഗ്രൂപ്പ് ഉണ്ട്, അതിന് ഇതിനെ പറ്റി ഇൻഫർമേഷൻ കിട്ടിയില്ല. എന്തൊക്കെയാ ഈ പറയുന്ന, ആർക്കറിയാം. മാം, കാസർഗോഡ് LSE ഗ്രൂപ്പിലത്തെ കുട്ടികളാണ് കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കാസർഗോഡ് LSE സ്റ്റുഡന്റ് ആണ്. ഇത് ഇന്ത്യക്ക് പിന്നെ 2 സെമസ്റ്റർ 6 ആണ് ഇവിടെ ഇരിക്കേണ്ടത് കേട്ടോ. അതിന്റെ ക്ലാസ് ആണേ. അതെ മാം, അതെ. ഓക്കെ, അതന്നെ. ഞങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കുന്നു. ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്റെ മൊബൈൽ നമ്പർ ഞാൻ തന്നല്ലോ, അതിനകത്തോട്ട് മുഴുവൻ ക്ലാസ് ലിങ്കും കൂടി ഇപ്പൊ ഞാൻ ഷെയർ ചെയ്ത് തരാം. അതെടുത്ത് കാസർഗോഡ് കൊടുത്തേ ആ ലിങ്കിലോട്ട് കയറാൻ പറ്റുന്നുണ്ടോ നോക്കാം. അല്ലെങ്കിൽ ഒരാൾ എന്റെ നമ്പറിൽ ഒരു ഹായ് അയച്ചാൽ മതി. ഞാനിപ്പോ ഒരു ഇതുവരെ ഇതുള്ള എല്ലാ ക്ലാസ്സിന്റെയും ആ ഒരു PDF നിങ്ങൾക്ക് അയച്ചു തരാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കയറാൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. വിളിച്ചു ചോദിച്ചപ്പോഴേ. നമ്പർ പ്ലീസ്. ഞാൻ പറയുന്നേ,
ഉണ്ട് മാം, ഉണ്ട്, കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്നാ ലിങ്ക് കിട്ടട്ടെ. ലിങ്ക് ഇപ്പൊ നിങ്ങൾക്ക് ഇട്ടുതരാം. മറ്റവർക്ക് എന്താ എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഹോസ്റ്റൽ മൊത്തത്തിൽ ഓൺ ആക്കി കൊടുത്തേ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഞാൻ അഡ്മിറ്റ് ചെയ്യല്ല. നിങ്ങൾ അഡ്മിറ്റ് ആയിട്ടല്ലല്ലോ ഒന്ന് ഡയറക്റ്റ് ഇന്നാവുമല്ലേ ചെയ്തേ. അതെ അതെ അതെ. അതെ ഡയറക്റ്റ് ഞാൻ പിപിടിയുടെ പുറകെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് പിപിയുടെ പുറകെ പോയോണ്ട് ഞാൻ ഡയറക്റ്റ് ഇന്നാക്കാതെ ഹോസ്റ്റ് എടുത്ത് ഓൺ ആക്കിയിട്ട് ഞാൻ പിപിടിയും അതിനകത്ത് സെറ്റ് ചെയ്ത് ഞാൻ അങ്ങനെയാണ് ഇന്ന് റെഡി ആയി വന്നത്. അപ്പോഴാണ് ഇത്രയും പ്രോബ്ലം. ഇനിയിപ്പോ നിങ്ങൾക്ക് ആ ലിങ്ക് കിട്ടുമ്പോൾ ഞാൻ ആ ലിങ്ക് അങ്ങോട്ട് അയച്ചു തരാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബിലോ 20 ആണ്. അതായത് അവിടെ എന്താണ് ഇല്ലാത്ത ആളുകൾക്ക്, മീൻസ് ബിലോ 20 ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഉള്ള ക്ലാസ് ആണ്. അപ്പൊ അതിനകത്താണ് ബിലോ 20, എബോവ് 20യും എല്ലാവരും കയറിയിരിക്കുന്നത്. അപ്പൊ ഇനി ബിലോ 20 പുറത്തായോ എന്തോ, കാസർഗോഡുകാർക്കൊന്നും കിട്ടുന്നില്ലെന്ന് എനിക്ക്. അപ്പൊ എനിക്ക് എന്താ ലിങ്ക് വന്നിട്ടുണ്ട്. ഞാൻ ഈ ലിങ്ക് നിങ്ങൾ ആരെങ്കിലും ഒരു ഹായ് അയക്കുമോ? എന്നിട്ട് അവർക്ക് അത് ഇട്ട് കൊടുക്ക്. പെട്ടെന്ന്. എന്റെ നമ്പർ അറിയില്ല, 8220439308. 8220439308. ഇന്നാണെങ്കിൽ അധിക സമയമില്ലാത്തതുകൊണ്ടാണ് 1.5 മണിക്കൂർ എടുത്ത് ഒന്ന് പോയി നോക്കി. ഇതിന്റെ ബാക്കി നമ്മുടെ ഫൗസിയ ഷുക്കൂർ അടുത്ത ക്ലാസ്സിൽ എടുക്കും കേട്ടോ, അടുത്ത യൂണിറ്റ്. കുഞ്ചു, കുഞ്ചു, ഈ നമ്പർ ഒന്ന് സേവ് ചെയ്താൽ മതി ഫോണില്. എന്നിട്ട് അതിനകത്തോട്ട് ഒരു ഹായ് എന്തെങ്കിലും ഇട്ടാൽ മതി. ലളിതാംബിക ചേച്ചിയും കയറിയില്ലേ? ചേച്ചിക്ക് അറിയില്ല. സുജയ്ക്കും അറിയില്ലേ? ഞാൻ ഈ ലിങ്ക് തരാം. അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കയറാൻ പറഞ്ഞാൽ മതി. കുഞ്ഞു നാളെ ഡ്യൂട്ടി ഉണ്ടോ? ഈ ചോറുണ്ടാക്കൂ. ഒരു ഹായ് ഇട്ട് ഞാനിപ്പോ ഈ ലിങ്ക് അങ്ങോട്ട് ഇട്ട് തരാം. എന്റെ മൊബൈൽ നമ്പറിലോട്ട് ഒരു ഹായ് അയച്ചാൽ മതി ആരെങ്കിലും. ഞാൻ വാങ്ങിയിട്ട് ചെറിയ മറ്റേ ചായക്കടിയൊക്കെ ഉണ്ട്. ഇല്ല കച്ചുനാള് ശിബിലിക്കുട്ടി വരാനായ നോക്ക്. ഇവിടെ വേണ്ട, ഇവിടെ വാങ്ങ. എന്താ കളിക്കുന്നത്? അതും വാങ്ങി. അതാ പറഞ്ഞത്, പപ്പീനെ പോയാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങി എങ്ങനെ പോരും. അവർക്ക് കയറാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് പറ്റുമോ?
പിന്നെ അടുത്താഴ്ച ലിസാക്കിന്റെ ഓക്കെ, നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ അടുത്താഴ്ച ലിസാക്കിന്റെ നിങ്ങൾ എനിക്ക് അതിൽ ഹായ് ഇടുമ്പോ ഞാൻ ആ ലിങ്ക് ഇട്ടുതരാം. അവരോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ മതി കേട്ടോ. അല്ലെങ്കിലേ എന്റെ ക്ലാസ് ഒന്ന് ഇങ്ങനെ ആയിപ്പോ. ഓക്കെ, നമ്മൾ എവിടെ വരെ എത്തി? ഈ കമ്മിറ്റീസ്. ഓക്കെ, അതായത് നമ്മൾ എന്താണ് കുറെ ഈ കമ്മിറ്റീസ് എല്ലാം നമ്മൾ പല പല എന്താണ് ഉദാഹരണം അശോക് മേത്ത കമ്മിറ്റി അല്ലെ. അപ്പൊ അങ്ങനെ കുറെ ആളുകളുടെ വലിയ വലിയ ആളുകളുടെ, അതായത് നമ്മുടെ വലിയ എന്താ പറയാ നമ്മളുടെ ഈ നിരീക്ഷകരും അങ്ങനെയൊക്കെ ഉള്ള ആളുകളുടെ എന്താണ് റൂറൽ ആളുകളുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് കുറെ കമ്മിറ്റികൾ രൂപീകരിച്ചു. അതായത് അശോക് മേത്ത കമ്മിറ്റി എന്ന് പറഞ്ഞാൽ 1978 അതുപോലെ സിംഗവി കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഏത് വർഷമാണ് കമ്മിറ്റി 1986 അതുപോലെ തന്നെ GVK റാവു, അങ്ങനെ കുറെ ആളുകളുടെ എന്ന് തുടങ്ങി കുറെ കമ്മിറ്റികളൊക്കെ നമ്മൾ രൂപീകരിച്ച് എന്താണ് റിവൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്താണ് ഡിബേറ്റ്സും അങ്ങനെ എന്താണ് ഓസിലേറ്റഡ് ബിറ്റ്വീൻ സ്ട്രെങ്തനിങ് ലോക്കൽ എക്സിക്യൂട്ടീവ് capacity and insulating elected bodies from policies. നമ്മൾ എന്ത് ചെയ്തൊരു ഒരു രാഷ്ട്രീയത്തിന്റെ നിന്ന് അകറ്റി നിർത്തുന്നതിനായിട്ടും അതുപോലെ നമുക്കൊരു രാഷ്ട്രീയത്തിന് മാത്രമല്ലാതെ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു വികസനത്തിനായിട്ടും ഇങ്ങനെ കുറെ കമ്മിറ്റികൾ ചേർന്ന് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അതിനൊരു നിയമപരമായിട്ടുള്ള ഒരു എന്താണ് ഒരു PRIs നമുക്ക് അങ്ങനെയാണ് രൂപപ്പെട്ട് വന്ന് അതിന്റെ ആ ഒരു എന്താണ് ഭരണഘടനയിലോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അതാണ് സ്റ്റാറ്റ്യൂട്ടറി PRIs ഫീച്ചേഴ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ബിഫോർ കോൺസ്റ്റിറ്റ്യൂഷണലിസം. അപ്പൊ നമ്മളത് അതിന് നിയമപരമായ കുറെ വശങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അതിന്റെ കുറെ എന്താണ് സവിശേഷതകളും പരിമിതികളും, അതേത് സ്ഥാനത്ത് നമുക്കൊരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഇതെല്ലാം ശേഷമാണ് നമ്മൾ അതൊരു ഇതായിട്ട് അമെൻഡ് ആയിട്ട് കൊണ്ടുവന്ന് പാസ്സാക്കുന്നത്. ഓക്കെ, ബിഫോർ 1992 മോസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ legislated panchayat institutions under state acts. Many PRIs performed development related tasks, but they had three major weaknesses: irregular elections or long gap between polls, weak financial autonomy, limiting united powers, as they often function merely as implementation agencies for central or state sponsored scheme rather than implement decision making bodies. So social inequalities and elite capture further contain their democratic potential. Consequently, these gap motivated demands of constitutional safeguards. അതായത് നമ്മൾ എന്താണ് ആ ഒരു നമ്മളുടെ അതായത് പല പല എന്താണ് സ്ഥലങ്ങൾ, അതായത് പല സ്റ്റേറ്റുകളും ഇത് കൊണ്ടുവന്നെങ്കിലും അവർക്കിടയിൽ എന്താണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു സമയം ഗ്യാപ്പ്, ആ ഒരു എന്താണ് പിന്നെ സ്വന്തമായിട്ട് ഒരു തീരുമാനമായിട്ട് എടുക്കാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട്, അതുപോലെ കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ എന്താണ് ഏജൻസികളുമായിട്ടൊക്കെ ഉള്ള പ്രോബ്ലംസ്, അങ്ങനെയൊക്കെ ആയിട്ട് മാത്രമാണ് അവരതിൽ നിന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സാമൂഹ്യ അസമത്വവും അതുപോലെ എന്താണ് നമ്മുടെ ഈ വർഗവും അങ്ങനെയൊക്കെയുള്ള ആ ഒരു പിടിച്ചെടുക്കലും അതിന്റെ ഒരു ജനാധിപത്യ സാധ്യതകളെ എല്ലാം എന്താണ് കൂടുതൽ ഒരു പരിമിതപ്പെടുത്തി. അതുകൊണ്ട് തന്നെ എന്താണ് ഈ വിടവുകളൊക്കെ ഭരണഘടനാമായ സംരക്ഷണങ്ങൾക്കായിട്ടുള്ള ആവശ്യങ്ങൾ, അതായത് ഈ ഒരു ഗ്യാപ്പുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്തുകൊണ്ട് നമുക്കൊരു ഭരണഘടന കൊണ്ടുവരണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെയാണ് എന്താണ് ദി 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് 1992 ലീഗൽ ആർക്കിടെക്ചർ ആൻഡ് കീ പ്രൊവിഷൻസ്, അതായത് 1992 നമ്മൾ അതിന്റെ അമെൻഡ്, അതായത് നമ്മൾ ഭരണഘടനാ ഭേദഗതി നമ്മൾ എന്ത് കൊണ്ടുവന്നു, അത് 1992 കൊണ്ടുവന്നു. സോ അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് കൊണ്ടുവന്നതാണ് വാട്ട് ദ അമെൻഡ് ചേഞ്ച്, അതായത് ഭേദഗതിയിൽ എന്ത് മാറ്റമാണ് വന്നത്, അതായത് നമ്മൾ ആ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ നമുക്ക് ഉള്ള മാറ്റങ്ങളും ആ ഭേദഗതി ഉണ്ടായ മാറ്റങ്ങളും നമ്മുടെ സൊസൈറ്റിയിൽ അത് എങ്ങനെ എഫക്ട് ചെയ്തു എന്നുള്ളതാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാരും കേൾക്കുന്നില്ലേ? പോയാ
കേൾക്കുന്നുണ്ട് മാം. ആരും എനിക്ക് കേൾക്കാം. മെസ്സേജ് ഒന്നും ഇട്ടില്ലല്ലോ അല്ലെ, ലിങ്ക് അയച്ചു തരാനായിട്ട്. അതെ, എനിക്ക് ഇടാൻ അറിയുന്നില്ല, ഞാൻ പറയുന്നുണ്ട് മാം. കേൾക്കുന്നുണ്ട് മാം, പക്ഷെ ഇവിടെ നല്ല മഴയാണോ? ഇതിൽ കൂടുതൽ സൗണ്ട് എനിക്ക് ഇല്ല, മാക്സിമത്തിലാണ് ഞാൻ പറയുന്നത്. നല്ല ഒച്ചയില്ലേ? പിന്നെ എന്ത് പറയാൻ വന്നു, നിങ്ങൾ ആരെങ്കിലും ആ ഒരു ഫോൺ നമ്പർ ഇട്ടുതരുമായിരുന്നെങ്കിൽ ഞാൻ ആ ലിങ്ക് അയച്ചു തരായിരുന്നു. മീൻസ് നിങ്ങളുടെ നമ്പർ എന്റെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആരെങ്കിലും നമ്പർ ഒന്ന് പറയുമോ, ഞാൻ അങ്ങോട്ട് ഇട്ട് തരാം. 9947. ഒരു മിനിറ്റ് പറഞ്ഞോ. 9947 11 9947 34 71. പേരെന്താ? സുജാത. ഓക്കെ. ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചാൽ മതിയായിരുന്നല്ലേ. ഇത്രേ സമയം ഞാൻ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. നോക്കട്ടെ, സുജാതയ്ക്ക് ഒരു എന്റെ ഹൈ കിട്ടിയോ നോക്ക്. സുജാതയ്ക്ക് വാട്സാപ്പ് ഉണ്ടല്ലോ അല്ലേ? എന്റെ ഹൈ വന്നോ? നോക്കിക്കോട്ടോ. ഇനി വേറെ ആരോ വന്നു. അതാരുടെ? ഇന്ദിര ഹൈ ഇട്ടോ? മാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ 2 പേർക്ക് ഞാൻ ഇപ്പൊ തൽക്കാലം ഒരു ലിങ്ക് അങ്ങോട്ട് ഷെയർ ചെയ്തുതരാം. ഈ ലിങ്ക് ഒരാൾക്ക് മതി മാം, ഒരേ ഗ്രൂപ്പിലുള്ളതാണ്. സാരില്ല. സുജാത ഇന്ദിര. ഓക്കെ, 2 പേർക്ക് ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഈ ലിങ്ക് എടുത്ത് അവർക്ക് കൊടുത്തിട്ട് കയറാൻ പറ്റുന്ന നോക്ക്. സുജാതയുടെ വരുന്ന എനിക്ക് പാട്ടൊക്കെ വരുന്നു. ഓക്കെ, കൊടുത്തല്ലോ അല്ലേ? നമ്മൾ ഗ്രൂപ്പിലിട്ടല്ലോ ലിങ്ക്? ഇട്ടില്ലേ കുട്ടികളെ? ഇട്ടില്ലേ? ഇട്ടിട്ടുണ്ട്. ഇനി കയറാൻ പറ്റിയില്ലെങ്കിൽ എന്റെ കുറ്റമല്ല. ഇനി അപ്പുറം എനിക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ. അപ്പോ നമ്മുടെ ഷെഡ്യൂളില് വാട്ട് ദ അഡമെന്റ് ചേഞ്ച്, അഡമെന്റിൽ എന്തൊക്കെ ഭേദഗതിയിൽ എന്തൊക്കെ മാറ്റം വന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്ത് പോകുന്നത്. അഡമെന്റ് ആഡഡ് എ ന്യൂ പാർട്ട് 9th Panchayat Article 243-244O to the Constitution and the 11th Schedule. A list of 29 subjects that may be devolved to Panchayat. ഇതൊക്കെ സാധാരണ PSC-യിലൊക്കെ ചോദിക്കുന്നതാണ്. എന്താണ് ആർട്ടിക്കിൾ 24 ഓയിൽ അത് ഏതിൽ വന്നു, അതുപോലെ അത് ഏത് ഷെഡ്യൂളാണ്, 11th ഷെഡ്യൂളാണ്, അതിൽ എത്രയാണ് ആഡ് ചെയ്ത് 29 സബ്ജക്ട്സ് ആണ്. ഇറ്റ് മെയ്ഡ് ദ certain of PRAs obligatory for state, subject to state being the adapt structure or local needs. Regular elections every 5 years, regulate the establishment of state election commission to conduct panchayat elections and mandate the state finance commission. Every 5 years, recommend financial responsibility. It is also provided for reservation of seats for SCT and the least 1/3 of the seats of women and the reservation of the chairperson at different levels of women promote political inclusion. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. എന്താണ് ഈ ഭരണഘടനയിലെ ഈ 11th ഷെഡ്യൂളില് പഞ്ചായത്തിൽ എന്താണ് 29 വിഷയങ്ങളുടെ പട്ടിക അല്ലെ അവരൊക്കെ പ്രസിദ്ധീകരിച്ച് അതിനകത്ത് ആ പ്രധാന ആവശ്യങ്ങളായിട്ടൊക്കെ അവരെന്താണ് പറഞ്ഞത്, അതായത് നമ്മൾ 5 വർഷത്തിലൊരിക്കൽ എന്താണ് ഇലക്ഷൻ വേണം. അതിനുവേണ്ടി ആരെ കൊണ്ടുവന്നു? ഇലക്ഷൻ കമ്മീഷനെ കൊണ്ടുവന്നു അല്ലേ? അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് സാമ്പത്തികത്തിന്റെ ഒരു ഓഡിറ്റ്, എല്ലാവർക്കും അറിയാലോ ഓഡിറ്റുകൾ. സാമ്പത്തിക ഓരോ 5 വർഷത്തിലും ധനകാര്യ കമ്മീഷൻ നിർബന്ധമാക്കി. എന്നിട്ട് ഒരു ഓഡിറ്റ് വെച്ച് ധനകാര്യ കമ്മീഷന്റെ ആരൊരു മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യോ. അപ്പം ധനകാര്യ കമ്മീഷനെ നിയമിച്ച് നമ്മളുടെ എന്താണ് വരവ് ചെലവ് കണക്ക് ആ കാര്യങ്ങളൊക്കെ എന്തായി അവര് നമ്മളുടെ മൊത്തം ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ എന്താണ് പട്ടികജാതി പട്ടികവർഗ എന്താണ് വിഭാഗങ്ങൾക്ക്
എന്താണ് സംവരണം അവര് കൊണ്ടുവന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് എന്താണ് കുറഞ്ഞത് 1/3 സീറ്റെങ്കിലും രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കാൻ, സ്ത്രീകളുടെ പങ്കാളിത്തം കൂട്ടാനായിട്ട് 1/3 സീറ്റ് കൊടുക്കണം. അതായത് വനിതാ ചെയർപേഴ്സണും അതൊക്കെ നമ്മൾ വനിതകളെ കൊണ്ടുവരണം എന്നുള്ള ആ ഒരു ഇതും നമ്മൾ എന്ത് ചെയ്തു, അതിനകത്ത് കൊണ്ടുവന്നു. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു, ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതെന്താണ് നമ്മള്, അതായത് സ്ഥാപനത്തിന്റെ സംവിധാനങ്ങൾ. ആരുടെ മ്യൂട്ട് ഒന്ന് മാറ്റി, മ്യൂട്ട് വെച്ചേ. അപ്പൊ നമ്മള് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം നമ്മൾ എന്ത് ചെയ്തു, അത് നമ്മൾ അതിൽ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അതിന് വേണ്ടിയിട്ട് എന്താണ്, അത് നമ്മുടെ ഗ്രാമസഭ അല്ലെ, ഗ്രാമസഭ പോലെയുള്ള കാര്യങ്ങൾ. ഇത് ഗ്രാമസഭ വാസ് സ്ട്രെങ്തൻഡ് ആസ് ദ ഗ്രാസ് റൂട്ട് ഡെമോക്രസി ഡിസിഷൻ മേക്കിംഗ് ബോഡി ആൻഡ് റെക്കഗ്നൈസ്ഡ് ആസ് ദ basic unit of participatory democracy. Its members include all registered votes in the village, drawing significantly the recommendations of the LM Sangavi Committee and the Constitution accorded to the Gram Sabha central role in depending democracy as the village level. അതായത് എന്താണ്, നമ്മൾ ഗ്രാമസഭയൊക്കെ കൊണ്ടുവന്നിട്ട്, ഈ ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാമസഭയാണ് നമ്മളുടെ എന്താണ് ഈ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജനാധിപത്യ തീരുമാനത്തിനൊക്കെ ഒരു പങ്കാളിത്തവും, അതായത് ഈ ഗ്രാമസഭയിൽ നിന്ന് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെയാണ് പിന്നെ മുന്നോട്ട് എന്താണ് മാറി മാറി വരുന്നത് അല്ലെ. അപ്പോൾ അങ്ങനെ ആ ഒരു എന്താണ് ഒരു ഗ്രാമസഭ ആ ഒരു ലെവലിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടുത്തെ ഉള്ള എല്ലാ രജിസ്റ്റർ ചെയ്ത വോട്ട്, അതിന്റെ കാര്യങ്ങള്, അതുപോലെ ആ കമ്മിറ്റിയുടെ ഗ്രാമതലത്തിലുള്ള ജനാധിപത്യം ശക്തിപ്പെടുത്താനും അങ്ങനെയൊക്കെ ഉള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കാനായിട്ട് ആർക്ക് പറ്റി, ഈ ഒരു ഗ്രാമസഭയ്ക്ക് പറ്റി. അതാണ് നമ്മുടെ ഗ്രാമസഭയുടെ കാര്യം എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഉള്ളതാണ് ആ എന്താണ് ഈ പ്രൊവിഷൻസ് അല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കമ്പാരിസൺ നമ്മൾ പറയും. പിന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ എന്ത് മെക്കാനിസം കൊണ്ടുവന്നതിന് ശേഷം 11th ഷെഡ്യൂൾ അതിന്റെ ഒരു ഫങ്ഷൻ ഡൊമൈനും കൂടി നമ്മൾ കൊണ്ടുവന്നു. അതായത് എന്താണ് 11th ഷെഡ്യൂൾ നമ്മൾ പറഞ്ഞില്ലേ, ആ 11th ഷെഡ്യൂളാണ് SC/ST അതുപോലെ തന്നെ വുമൻസ് റെപ്രസെന്റേഷനും ഇതെല്ലാം കൊണ്ടുവന്നത് ആ 11th എന്താണ് ഷെഡ്യൂളിലാണ്. ഓക്കെ, അപ്പൊ ഈ 11ാം ഷെഡ്യൂൾ എന്ത് ചെയ്തു, അതിന്റെ 11th ഷെഡ്യൂളിൽ 29 സബ്ജക്ട് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ അഗ്രികൾച്ചർ, ലാൻഡ് ഇംപ്രൂവ്മെന്റ്, മൈനർ ഇറിഗേഷൻ, ആനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, സോഷ്യൽ ഫോറസ്ട്രി, റൂറൽ പിന്നെ ഹൗസിംഗ്, ഡ്രിങ്കിങ് വാട്ടർ, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ, സാനിറ്റേഷൻ. അയ്യോ ചേച്ചി ഒന്ന് മ്യൂട്ട് വയ്ക്കോ, ആരുടെ മൈക്കാണ് ഓൺ ആയിരിക്കുന്നത്? ഇംപ്ലിമെന്റേഷൻ ഓഫ് പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ്, ഇതെല്ലാം നമ്മൾ ഇതിന്റെ എന്താണ് ഈ ഷെഡ്യൂളിൽ നിന്നുള്ള 11ാം ഷെഡ്യൂളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായോ? അതായത് കുടിവെള്ളം, ഗ്രാമീണ വൈദ്യുതീകരണവും, വിദ്യാഭ്യാസവും, ഭവന നിർമ്മാണവും, വനവൽക്കരണവും, മൃഗസംരക്ഷണം, അതുപോലെ എന്താണ് ചെറുകിട ജലസേചനം, മത്സ്യബന്ധനം, ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും എന്താണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഒരു സൂചിക പട്ടികയാക്കി ഷെഡ്യൂൾ ചെയ്ത്, എന്നാലും നമ്മൾ എന്താണ് അതൊരു എന്താണ് സംസ്ഥാനം ഒരു നയപരമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പ്രാക്ടീസ് ആയിരിക്കണം. അതായത് ഒരു നയപരമായ രീതിയെ ആശ്രയിച്ചാണ് നമ്മൾ ഈ വക കാര്യങ്ങൾ പേരുള്ള ആള് മൈക്ക് മ്യൂട്ട് ചെയ്യണമായിരുന്നു. അയ്യോ എനിക്കാണെങ്കിൽ എനിക്ക് തലവേദന എടുക്കുന്നുണ്ട് ഇത്രയും ഉച്ചത്തിൽ കിടന്ന് പറയാനായിട്ട്. മ്യൂട്ട് ആയോ അത്? ഞാൻ ഈ ഇതാ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ മോസ്റ്റ്ലി ഈ പവർ പോയിന്റ് ഒന്നും എടുത്തിടാതെ അല്ലാതെ തന്നെ ഞാൻ പെട്ടെന്ന് അപ്പൊ എനിക്ക് ഇവിടെ മ്യൂട്ട് ആയോ? സോ കമ്പാരിസൺ PRS ബിഫോർ ആൻഡ് ആഫ്റ്റർ 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഈ മോളിൽ പറഞ്ഞതിന്റെ ഒരു കമ്പാരിസൺ ആണ്. മോസ്റ്റ്ലി നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, എന്താണ് 73rd അമെൻഡ്മെന്റ് വന്നപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി, അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു മെഷർമെന്റ് അല്ലെ, അതിന്റെ ഒരു ഡയമെൻഷൻ, അതുപോലെ ആ ഒരു സമയത്ത് ആ ഭേദഗതിക്ക് മുമ്പ് എങ്ങനെയായിരുന്നു, ആഫ്റ്റർ ദ അമെൻഡ്മെന്റ്, ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോളിൽ പറഞ്ഞതിന്റെ എല്ലാം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായി. മനസ്സിലായോ? അപ്പൊ അതെങ്ങനെയായിരുന്നു, അതിനൊരു സ്ട്രക്ചർ ഡെമോക്രാറ്റിക് ലെക്ടിമസി ആയിരുന്നു. അതായത് അതിനെന്താണ് ഒരു ഘടനയും ഒരു നിയമ സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് PRI existed as statutory bodies, strong centralized administrative control, irregular elections. So constitutional status mandated elected PRIs, improved institutional stability and democratic legitimacy. അപ്പൊ ആദ്യത്തെ എന്താണ് അതിന്റെ സ്ട്രക്ചറിലൊക്കെ പറയുമ്പോൾ ആദ്യം ഒരു ക്രമമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് രീതിയൊക്കെ നിലനിന്നിരുന്നു. പക്ഷേ പിന്നീട് എന്താണ് ഒരു ജനാധിപത്യപരമായിട്ട് ഒരു നിയമസാധുതയുള്ള ഒരു എന്താണ് ഒരു ഭരണഘടനാ പദവിയും കറക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് മാറി റെഗുലർ ആയിട്ടുള്ള ഇലക്ഷൻസ് വന്നു. ദെൻ ഇലക്ഷൻസ് ആൻഡ്
റെപ്രസെന്റേഷൻ. അതെങ്ങനെയാണ്? മറ്റേത് ഇറഗുലർ ഇലക്ഷൻ ആണ്. ഇപ്പൊ നമ്മൾ എന്താണ് നോമിനേറ്റഡ് മെമ്പേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അപ്പോയിന്റ്സ് വെയർ കോമൺ. അതായത് അവർക്ക് എന്താണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആളുകളുടെ അംഗങ്ങളും അവരുടെയൊക്കെ സാധാരണ ആൾക്കാരായിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പൊ അങ്ങനെയല്ല. നമ്മൾ അങ്ങനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യും? മാൻഡേറ്ററി 5-year election by state election commission, expanded participation of women and marginalized group. ഇപ്രാവശ്യം എന്തായി? നിങ്ങൾക്കറിയാം, ചില വാർഡുകളൊക്കെ SC/STക്ക് മാത്രമായിട്ട് മാറ്റി വെച്ചു അല്ലേ? മറ്റേത് അങ്ങനെയല്ല. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ പാർട്ടി നമുക്ക് ഇഷ്ടമുള്ളവരെ നമുക്ക് എന്താണ് മത്സരിപ്പിക്കാനായിരുന്നു മുമ്പ് സാധിക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ഇതൊക്കെ വന്നതിന് ശേഷം അങ്ങനെ പറ്റില്ല. ഓരോന്ന് ചിലപ്പോൾ ചിലത് വനിതാ വാർഡാക്കി മാറ്റി അല്ലേ? ചിലതിൽ വനിതകൾ മാത്രമേ മത്സരിക്കാൻ പറ്റൂ. ചിലത് SC/ST സംവരണ വാർഡായി മാറ്റി. അപ്പോ എന്തായി? അവർക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റൂ. അപ്പൊ എന്ത് സംഭവിച്ചു? എല്ലാവർക്കും ഈക്വൽ റെപ്രസെന്റേഷൻ ആയി. ഈ പ്രാതിനിധ്യം കൂട്ടാനായിട്ട്, ഈക്വൽ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും പ്രാതിനിധ്യം കൂട്ടാനായിട്ട് നമുക്ക് കഴിഞ്ഞു. അതുപോലെ എന്താണ് റിസർവേഷൻ ആൻഡ് സോഷ്യൽ ഇൻക്ലൂഷൻ. അതായത് അൺഈവൻ SC/ST വുമൺ റെപ്രസെന്റേഷൻ, വുമൺസ് പാർട്ടിസിപ്പേഷൻ വെരി ലോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോ ആയിരുന്നു SC/ST പാർട്ടിസിപ്പേഷൻ ഒക്കെ. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സിഗ്നിഫിക്കൻസ് റൈസ് എലക്ടഡ് വുമൺ. സം സ്റ്റേറ്റ്സ് ഇൻക്രീസ് ദ കോട്ട ബിയോണ്ട് 1/3. ചിലര് കുറച്ചും കൂടിയൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, എന്നാലും അവർക്ക് അവരുടേതായ പ്രാതിനിധ്യം ഉണ്ട്. ദെൻ ഫങ്ഷൻസ് ആൻഡ് ഡിവോല്യൂഷൻ. അതായത് എന്താണ് അതിന്റെ ഒരു സാമൂഹ്യ ഉൾപ്പെടുത്തലും ഒക്കെ. ഡിവോല്യൂഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഇംപ്ലിമെന്റഡ് സ്റ്റേറ്റ് സെൻട്രൽ പ്രോഗ്രാം ലിമിറ്റഡ് ആയിരുന്നു. എന്താണ് പവർ ആയിരുന്നു, ഡയറക്ട്ലി പവർ ലിമിറ്റഡ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. 11th ഷെഡ്യൂൾ റിപ്പോർട്ട് 29 സബ്ജക്ട്സ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു. ഈ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്തു. ദെൻ അൺഈവൻ പ്രാക്ടിക്കൽ ഡെവല്യൂഷൻ ടു ദി എന്താണ് ലിമിറ്റഡ് സ്റ്റാഫ് ട്രാൻസ്ഫർ. നമ്മൾ ആ ഒരു എന്താണ് 11ാം ഷെഡ്യൂൾ പ്രകാരം നമുക്ക് ജീവനക്കാരുടെ സ്ഥലമാറ്റ കാരണം പ്രായോഗിക അങ്ങനെ എന്താണ് ആ ഒരു പ്രായോഗിക ജനസമ്മതമായ ഒരു രീതിയിലോട്ട് മാറ്റി. അതായത് നമുക്ക് അങ്ങോട്ട് ട്രാൻസ്ഫറോ ഇങ്ങോട്ട് കാര്യങ്ങളോ ഒക്കെ ചെയ്യണമെങ്കിൽ അതിനെല്ലാം ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു റൂള് കൊണ്ടുവന്നു. ഫിനാൻസ് ആൻഡ് ഫിസ്ക്കൽ അട്ടോണമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു ധനകാര്യ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്വയമായിട്ടുള്ള ഒരു ഭരണവും അതൊക്കെ അന്ന് വീക്കായിരുന്നു. അതായത് സ്വന്തം വരുമാനത്തിൽ നമുക്ക് നല്ല കുറവായിട്ട് കേന്ദ്ര ഫണ്ടുകളായിരുന്നു. അതായത് വി കോൺസോൾസ് ഇൻ റവന്യൂ, ഹൈ ഡിപ്പെൻഡൻസ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഫണ്ട്സ്. നമുക്ക് ഫണ്ടൊക്കെ കുറവായിട്ട് നമ്മൾ അന്ന് കേന്ദ്രത്തിന്റെ ഫണ്ടാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോൾ നമ്മുടെ ഫിനാൻസ് കമ്മീഷനൊക്കെ റെഡിയാക്കി. ഫിനാൻസ് ഓട്ടോണമി ഈസ് വെരി മെനി PRIs still face resource shortages. നമ്മൾ എന്ത് ചെയ്തു? കുറെ എന്താണ് പുതിയ സംരംഭങ്ങളും അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള കുറെ കാര്യങ്ങളും ഒക്കെ തുടങ്ങി. എന്തായി? നമ്മൾ കുറച്ചും കൂടിയൊക്കെ ഫിനാൻഷ്യൽ ആയിട്ടുണ്ട്. എല്ലാവരും നമ്മളെ കളിയാക്കാനായിട്ട് ലോട്ടറി മധ്യത്തിലേക്കാണെന്ന് പറയും. എന്നാൽ പോലും നമുക്ക് അതിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല ടാക്സ് കിട്ടുന്നുണ്ട്, അറിയാലോ. അപ്പോൾ നമ്മളിപ്പം അവരുടെ ഫണ്ടിനേക്കാളും നമ്മളെ കയ്യിൽ നിന്നും കൂടി കുറച്ചും കൂടിയൊക്കെ എടുത്ത് എന്തായി കൂട്ടി നമ്മൾ കുറച്ചും കൂടി സെറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതുവരെ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ? സിമ്പിൾ ആണ്. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ 73rd എലമെന്റ് അത് PRIs പഞ്ചായത്ത് സിസ്റ്റം മനസ്സിലാകുന്നില്ലേ? അത് വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇപ്പൊ അതിനേക്കാളും ഈസി ആയിട്ടുള്ളതാണ് അടുത്തത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്കോ സിസ്റ്റം ആഫ്റ്റർ ദ എലമെന്റ്. ഇത് വന്നതിന് ശേഷം നമ്മുടെ എന്താണ് ഗ്രാമസഭകളുടെയും ഇതിന്റെയൊക്കെ എന്താണ് ഒരു രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയിൽ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്തു? ഒരു എല്ലാത്തിലും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായി. അപ്പൊ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഭേദഗതിക്ക് ശേഷം നമ്മുടെ സ്ഥാപനവൽക്കരണം, അതുപോലെ ഭരണപരമായ ആ ഒരു സിറ്റുവേഷൻ, ആ ഭരണത്തിലും അതിനൊക്കെ എന്തൊക്കെ കൊണ്ടുവന്നു അല്ലെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഒന്ന് ഇലക്ഷൻ കമ്മീഷൻ വന്നു. ഇലക്ഷൻ കമ്മീഷൻ വന്നതിന് ശേഷമൊക്കെ നമ്മുടെ ഈ ഇലക്ഷനെ കുറിച്ചൊക്കെ നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടായത് അല്ലേ? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ് were mandated to conduct panchayat elections autonomously, reducing and HOC host executive control over electoral timelines and improving technical capacity for voter rolls and polling. ഇപ്പൊ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ വരുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യാൻ പോയതറിയാം. അപ്പൊ അതിനൊരു എല്ലാവർക്കും ഒരു റൂള് കൊണ്ടുവന്നു. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് അപ്പൊ സംസാരിക്കാനോ അതിനെക്കുറിച്ച് ഇതിനൊന്നും പാടില്ല. പിന്നെ ഒരു കറക്റ്റായിട്ട് സീൽ ചെയ്ത് വെച്ചു. പിന്നെ ഇപ്പം നമ്മൾ ഈ ഒരു പുസ്തകം പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് മാറി. നമുക്ക് വോട്ടിങ് എങ്ങനെയായി? പണ്ട് നമ്മൾ ബാലറ്റിൽ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ എന്തായി? മെഷീനല്ലേ. അപ്പം അത് മാത്രമല്ല ആ മെഷീനിൽ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് ആ സാധനം ആ ഒരു ചിഹ്നം നമ്മൾ കൺമുമ്പിൽ വന്ന് വീണ് കണ്ടിട്ട് നമുക്ക് ഇറങ്ങിയാൽ മതി. അപ്പൊ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണോ എന്ന് വരെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലോട്ട് നമ്മുടെ ടെക്നോളജി മാറി.
എല്ലാം മാറിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് കമ്മീഷനെ കൊണ്ടുവന്നു. കാരണം നമ്മൾ പറയില്ല എല്ലാത്തിനും ഒരു കൺട്രോൾ വേണം. ഏത് കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അത് നോക്കാൻ ഒരാൾ, ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ State Finance Commission provided security mechanism or financial relations and recommended resource transfer to PRIs. Their recommendations are crucial to strengthening PRI budget but depend on political will ആൻഡ് സ്റ്റേറ്റ് ഫിനാൻസ് ഫോർ ഇംപ്ലിമെന്റേഷൻ. അതായത് നമ്മളൊരു സാമ്പത്തിക ബന്ധമൊക്കെ അവലോകനം ചെയ്യാനൊക്കെ ആയിട്ട് പിന്നെന്താണ് ഈ PRIയിലെ ഇതിനൊക്കെ വരുമ്പോഴത്തേക്ക് അതിന്റെ കൈമാറ്റം ചെയ്യാനും ശുപാർശ ചെയ്യുന്നതിനൊക്കെ ഒരു നിയമപരമായ സംവിധാനം കൊണ്ടുവന്നു. അതായത് അതിന്റെ ബഡ്ജറ്റ് ശരിയാക്കി, ബഡ്ജറ്റ് ഒക്കെ വെച്ച് സെറ്റാക്കി. കാരണം എന്താണെന്നറിയാമോ ചെയ്യുന്നതിന്? കാരണം നമ്മളിപ്പം നമ്മളുടെ ഇഷ്ടത്തിന് ചില കാര്യങ്ങളൊക്കെ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, കാരണം ഓരോരോ വരുന്ന മാറി മാറി വരുന്ന എന്താണ് ഇലക്ഷൻ കഴിഞ്ഞ് മാറി മാറി വരുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ അവരുടെ ഇഷ്ടത്തിന് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇതൊരു ദോഷത്തിലോട്ട് മാറും. അപ്പൊ ഏത് കാര്യവും നമ്മളത് കൺട്രോൾ ചെയ്തപ്പോൾ നിയമം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ആര് വന്നാലും എന്താവും, അത് എല്ലാവർക്കും ബാധകമായിരിക്കും. അപ്പൊ നമുക്ക് എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു റൂൾസ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് നമ്മളുടെ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് നന്നായിരിക്കും. നമ്മൾ റൂറൽ സോഷ്യോളജിയാണ് പഠിക്കുന്നത്. അപ്പൊ ആ റൂറലിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അവിടെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ അപ്ലിക്മെന്റ് ആയിട്ട് കൊണ്ടുവരാം, അതായത് നമ്മളിങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഗ്രാമസഭ ആൻഡ് പാർട്ടിസിപ്പേറ്ററി പ്രോസസ്. നമ്മൾ ഗ്രാമസഭയുടെ നേരത്തെ കാര്യം പറഞ്ഞു, സെയിം തന്നെയാണ്. ഇപ്പൊ ഗ്രാമസഭയൊക്കെ എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു പാർട്ടിസിപ്പേറ്ററി ഫോമിലോട്ട് വരുന്നത്? ഗ്രാമസഭ മീറ്റ് ദ ഫംഗ്ഷൻ ഡിസിഷൻ മേക്കിംഗ് ലോക്കൽ പ്രയോറിറ്റീസ് സോഷ്യൽ ഓഡിറ്റ്. അതായത് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒക്കെ നമ്മൾ ആ ലോക്കൽ ലെവലിൽ നിന്നുകൊണ്ട് എപ്പോഴും ഒരു ഗ്രാസ് റൂട്ട് ലെവലാണ്. അപ്പൊ ഗ്രാമസഭ അതിന്റെ പ്രോസസ്സിൽ ഇൻവോൾവ് ആയി എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു അടിസ്ഥാന പങ്കാളിത്ത ലെവലിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള എന്താ പറയാ, എന്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്? അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ഓക്കെ, ഇതുവഴി നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്തൊക്കെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. സി, അടുത്ത എന്താണ്? നെക്സ്റ്റ്, നിങ്ങളൊക്കെ ഇപ്പൊ ഇത് കാണുന്നില്ലേ? നിങ്ങള് ഇത് വേണം വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇത് കണ്ടാലേ കാണുന്നുണ്ട്. എന്താണ് പൊളിറ്റിക്കൽ എക്കോണമി ആൻഡ് സോഷ്യൽ ചേഞ്ച് ആൻഡ് PRIs. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് അഡ്മിനിസ്ട്രേറ്റീവ് ആണെങ്കിൽ ഇപ്പൊ എന്താണ് സോഷ്യൽ ചേഞ്ചില്, പൊളിറ്റിക്കൽ സോഷ്യൽ ചേഞ്ചിലുള്ള എന്താണ് സമ്പദ് വ്യവസ്ഥയിൽ ഒരു സാമൂഹ്യമായിട്ട് മാറ്റം കൊണ്ടുവരാൻ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ ചോദിക്കുന്നത്. പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ അലൈക് ഡൈനാമിക്സ് എന്താണ് രാഷ്ട്രീയത്തിന്റെ ഒരു മൊബിലൈസേഷന് കൊണ്ടുവരാനും അതുപോലെ തന്നെ ഒരു എലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് ഇതിനെ മാറ്റി ചേഞ്ച് ചെയ്യാൻ എങ്ങനെ സാധിച്ചു എന്നാണ്. അതായത് ഓപ്പൺ സ്പേസ് ഫോർ ന്യൂ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, റെഗുലൈസിംഗ് റൂറൽ പവർ റിലേഷൻസ്, ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കത് സാധിച്ചു അല്ലേ? നമുക്കിപ്പം സംവരണം നമ്മൾ പറഞ്ഞതുപോലെ ഈ സംവരണമായിട്ടുള്ള ഇത് കൊണ്ടുവരാനും, അതായത് ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്നേ ഉള്ളു കേട്ടോ, അല്ലാതെ ഇതിനെ ഒരു ജാതിയായിട്ടോ മതമായിട്ടോ ഒന്നും അവരെ കൺസിഡർ ചെയ്യരുത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനിതകൾ, OBC എന്ന് പറഞ്ഞ എന്താണ്, OBCs എന്ന് പറഞ്ഞ എന്താണ്, അതർ ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികൾ, ദെൻ മാർജിനൈസ്ഡ് ഫാമേഴ്സ്, അതായത് നമ്മുടെ എന്താണ് താഴേക്കിടയിലുള്ള ആളുകൾ, ഇങ്ങനെ എല്ലാവരെയും കൂടി കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിച്ചു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ദെൻ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആൻഡ് സ്റ്റേറ്റ് ലോക്കൽ ടെൻഷൻസ്, അതായത് എന്താണ് നമ്മുടെ സേവന കാര്യങ്ങളിലൊക്കെ അല്ലെ, ആ ഒരു കാരണം ആ ഒരു ഉത്തരവാദിത്തങ്ങളും ഒക്കെ അവരെന്ത് ചെയ്തു? സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഓപ്പൺ റിറ്റെയിൻ ലെജിസ്ലേഷൻ അലോ ദ വെരിയിങ് ഡിഗ്രീസ് ഓഫ് ഇൻഫ്ലുവൻസ് ഇൻക്ലൂഡിങ് സൂപ്പർ എന്താണ് ഇന്റൻഡൻസ് ഓവർ വർക്ക് പ്ലാൻസ് ആൻഡ് ഫണ്ട് വിച്ച് പ്രൊഡ്യൂസ് ഹെട്രോജിനിയസ് ഔട്ട്കംസ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർക്ക് തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾക്ക് നമുക്ക് എന്ത് ചെയ്യണം, അവർക്കുള്ള സാമീപ്യവും അവർക്കുള്ള എന്താണ് സുതാര്യതയും അതുപോലെ അവർക്ക് മതിയായ സേവനങ്ങൾ ചെയ്യാനും അതിനൊക്കെ ഉള്ള ഒരു ഫണ്ടും അല്ലെങ്കിൽ അതിന് മതിയായ ഫണ്ടുകള്, ജീവനക്കാര്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മനസ്സിലായോ? അപ്പൊ അതിനിപ്പോ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതൊരു സാങ്കേതികമായിട്ടുള്ള ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിനുള്ള സാങ്കേതിക ജീവനക്കാര്, അങ്ങനെയൊക്കെ ഉള്ള ആളുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്ത് വേണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു. ദെൻ സോഷ്യൽ ഇൻഇക്വാലിറ്റീസ് ആൻഡ് എലൈറ്റ് ക്യാപ്ചർ ആണ് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞത്. നമ്മുടെ എപ്പോഴും എന്താണ് സോഷ്യൽ ഇൻഇക്വാലിറ്റീസ്, അതായത് നമ്മളുടെ എന്താണ് ഇൻഇക്വാലിറ്റീസ് എല്ലാം റിമൂവ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ
എന്താണ് പാർട്ടിസിപ്പൻസ് ഗ്രാമസഭ, ഹൂ ബെനിഫിറ്റ്സ് BRI ഡിസിഷൻ. അപ്പൊ നമ്മളൊരു താഴെ തട്ടിൽ നിന്ന് തന്നെ നമ്മൾ മുകളിലോട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? അപ്പൊ നമുക്ക് അതിൻ്റെത് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അവരെ അതിൽ എല്ലാ ആളുകളെ ഇൻഇക്വാലിറ്റിയാണ്, ക്ലാസ്, കാസ്റ്റ്, ജെൻഡർ, മനസ്സിലായോ? ഇതെല്ലാം നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് കൊണ്ടുവരാൻ സാധിക്കും. എല്ലാവരെയും അതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താം. ഇന്ന ക്ലാസ് എന്നില്ല, കാസ്റ്റ് എന്നില്ല. അപ്പൊ എല്ലാവർക്കും തുല്യ പാർട്ടിസിപ്പേഷൻ നൽകി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്ത് നമുക്ക് അവരെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലിമെന്റേഷൻ വേരിയസ് ആൻഡ് കീ ചലഞ്ചസ് ആണ്. നമ്മളേത് ഒരു ഇതായാലും നമുക്ക് അതിനെ ഒരു ഇപ്പൊ നമ്മളുടെ കണ്ടില്ലേ, ഒരു ഓൺലൈൻ ക്ലാസ് വന്നാലും അതിനായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. ഈ ദോഷത്തിൽ വരുന്നതാണ് ഇതുപോലെ ലിങ്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ നെറ്റ് ഡൗൺ ആയി പോവുക, ഒരു മഴ പെയ്ത് എന്തെങ്കിലും ഇഷ്യൂ ആവുക. നിങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നമ്മുടെ സോഷ്യോളജി സ്റ്റുഡൻസ് ഭയങ്കര കൂടുതൽ, ഇപ്പോഴും കൂടുതലാണ്. അപ്പൊ അതിപ്പോ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് കൊടുത്തത് കൊണ്ടാണ് ഇത്രയും ആള് കുറവ്. മറ്റേതെന്ന് വെച്ചാൽ 5000-5500 കുട്ടികളൊക്കെ ഉണ്ട്. എങ്ങനെ പോലും 1000 പേര് അങ്ങനെയൊക്കെ ക്ലാസ്സിൽ കയറുന്ന സമയത്ത് നമുക്ക് അതിനൊരു പ്ലാറ്റ്ഫോം വരാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? യൂട്യൂബ് ഒക്കെ വെച്ച് ക്ലാസ് എടുത്ത സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ യൂട്യൂബ് അവിടെ ലൈവ് അവിടെ സ്റ്റോപ്പ് ആവും. പിന്നെ നമ്മൾ ഒന്നേന്ന് എടുത്ത് ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് നമുക്ക് വന്നു. പിന്നെ നമ്മൾ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് ഇപ്പൊ സെറ്റ് ആക്കി. എന്നാൽ പോലും ഏത് കാര്യത്തിലും നമുക്ക് എന്ത് ചെയ്യാം? ചില ചലഞ്ചസ് ഉണ്ടാവും. അത് ഡ്രോബാക്ക് എന്ന് പറയുമ്പോൾ ചലഞ്ചസ്, ചില വെല്ലുവിളികളാണ് നമ്മൾ ഉണ്ടാകുന്നത്. അതെന്ന് വെച്ചാൽ നെക്സ്റ്റ് അൺഈവൻ ഫങ്ഷൻസ് ഡിവോല്യൂഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രവർത്തന വികേന്ദ്രീകരണം എന്നൊക്കെ പറയും. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ അതായത് ആ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്, അതിന് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് വേണം. അതായത് 11ാം ഷെഡ്യൂൾ പ്രകാരം although the 11th schedule lists 29 subjects, many states remain administrative control over critical functionaries, engineers, health staff, limiting PRI operational autonomy. മനസ്സിലായി? അതായത് നമ്മളിപ്പോ ഒരു ആരോഗ്യ മേഖലയെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അവിടെ ആര് വേണം? നമ്മൾ കെട്ടിടമൊക്കെ കെട്ടി കുറെ ബെഡും പിന്നെ നമ്മൾ ഈ പറഞ്ഞ ട്രിപ്പും സാധനങ്ങളും എല്ലാം ശരിയാക്കി. പക്ഷെ നമുക്ക് എന്ത് വേണം മെയിൻ ആയിട്ട് അവിടെ? കേൾക്കുന്നുണ്ടോ ആരെങ്കിലും? കേൾക്കുന്നുണ്ട്. നമ്മളിപ്പോ ഒരു ഹെൽത്ത് ആണെങ്കിൽ നമ്മൾ എന്താ വേണ്ടേ? മെയിൻ ആയിട്ട് ഡോക്ടർ, നേഴ്സും വേണ്ടേ? മനസ്സിലായോ? അപ്പം നമുക്ക് ഡോക്ടർ വേണം, നേഴ്സ് വേണം, ഇക്വിപ്മെന്റ്സ് വേണം. എല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു ഹോസ്പിറ്റൽ സിസ്റ്റം നന്നായിട്ട് പോകുന്നത്. സോ അതുപോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ എല്ലാം നമുക്ക് അത് ചെയ്യാൻ ചില ലിമിറ്റേഷൻസ് നമുക്ക് അവിടെ ചില ചലഞ്ചസ് വന്നു. കാരണം ആ ജോലി ചെയ്യുന്നവര്, ഇപ്പം ആ വർക്കിലോട്ട് ഇരിക്കുന്നവര്, അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അത് കുറെ ആളുകളുടെ ഷോർട്ടേജസും കുറെ കാര്യങ്ങളും നമുക്ക് വരും. ദെൻ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആൻഡ് ഡിലേസ്, അത് സ്വാഭാവികം. അറിയില്ല നിങ്ങൾക്ക് നമ്മുടെ ഫണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അതറിയില്ലായിരിക്കും. നിങ്ങൾക്ക് അല്ലെങ്കിൽ വേറെ കാര്യം അറിയായിരിക്കും. നമ്മുടെ SLM വൈകുന്നതൊക്കെ അറിയത്തില്ലേ? ബുക്ക് കിട്ടിയോ? നിങ്ങളുടെ എല്ലാ ബുക്കിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. അതെല്ലായിടത്തും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. റസാഖ് സാറും പറഞ്ഞിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ എക്സാമും കൂടെ വെക്കാൻ പറ. നിങ്ങൾക്ക് അസൈൻമെന്റ് ഡേറ്റും ഒക്കെ നീട്ടിയില്ലേ? അസൈൻമെന്റ് നീട്ടിയിട്ടില്ല. 14/6 അസൈൻമെന്റ് സബ്മിറ്റ്. ഡെസർട്ടേഷൻ ആണ് 20 പറഞ്ഞ. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അത് നീട്ടുമായിരിക്കും. നമുക്കത് നോക്കാം. ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഡെസ്റ്റിനേഷന്റെ കാര്യം പറയാം. നിങ്ങൾ കാര്യങ്ങളെല്ലാം ഒരുവിധം നമ്മുടെ യൂണിവേഴ്സിറ്റി അതുപോലെ ഇതൊക്കെ തന്നെ ചെയ്ത് തരുന്നുണ്ട് എന്നാണ്. അപ്പൊ പിന്നെ എന്നാൽ പോലും ഇതുപോലെ ചില കാര്യങ്ങൾ ഫിനാൻഷ്യൽ ഡിപെൻഡൻസി ഒക്കെ പറഞ്ഞില്ലേ, ഇതുപോലത്തെ ഓൺ ഫണ്ട്, അങ്ങനെ കുറെ ഫണ്ടിങ്ങും പിന്നെ കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ഇതൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഫിനാൻഷ്യൽ എന്ത് കാര്യവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ചില പോളിസീസും ചില കാര്യങ്ങളൊക്കെ സോഷ്യൽ ചേഞ്ച് നല്ലതിന് വേണ്ടി കൊണ്ടുവരുന്നതാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ ക്രൈസിസ് ആയിട്ട് നിൽക്കും. അത് ഇതുകൊണ്ടൊക്കെയാണ്. അസൈൻമെന്റ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയോ? അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾ വെബ്സൈറ്റ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അസൈൻമെന്റിന്റെ സമയമാകുമ്പോൾ നിങ്ങളൊന്ന് ലോഗിൻ ചെയ്ത് നോക്കണം. ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഗവൺസ്, നിങ്ങളുടെ പരാതികൾ അതൊക്കെ അയക്കുന്നതൊക്കെ നിങ്ങൾ ഓടിച്ചൊന്നും ചെയ്യരുത്. ഓരോന്നിനും ക്ലിക്ക് ചെയ്യുമ്പോൾ സബ് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഈ ഓപ്ഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയതിനേക്കാളും വളരെ നന്നായിട്ടുള്ള ഒരു നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾ ആരും യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. ആ വെബ്സൈറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് പല കാര്യങ്ങളും കിട്ടും. ഞങ്ങൾക്ക് പുതിയ സൈബർ കൺട്രോളർ വന്നിട്ടുണ്ട്. സാർ വളരെ ആക്റ്റീവായിട്ട് വേറെ ആരോടും ഒന്നും ചോദിക്കണ്ട. ആ രീതിയിൽ നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ നിങ്ങളുടെ SLM നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒന്ന് കയറി നോക്കണം. നിങ്ങൾ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ ഐഡിയും പാസ്വേഡും കൊടുത്ത് ഒന്ന് കയറിയാൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ പറയണം കേട്ടോ.
then capacity. സോ എന്താണ് നമ്മുടെ കപ്പാസിറ്റി ഡിസ്പ്ലീറ്റ് ആണ് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കപ്പാസിറ്റി. നമ്മുടെ കപ്പാസിറ്റി അതായത് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഇത് ചെയ്യാറുണ്ട് അതല്ലേ, നമ്മൾ എല്ലാം ഇംപ്ലിമെന്റ് ഒക്കെ ചെയ്യുന്നു. അതേ സമയത്ത് മെനി PRIs ട്രെയിൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാനിങ് കപ്പാസിറ്റീസ് ആൻഡ് ഡേറ്റ സിസ്റ്റം നെസസറി ഫോർ ലോക്കൽ പ്ലാനിങ് ബഡ്ജറ്റിംഗ് ആൻഡ് മോണിറ്ററിങ്. അതായത് നമ്മൾ എന്താണ് ചില അതാണ് നമുക്ക് പരിശീലനം ലഭിച്ച അഡ്മിനിസ്ട്രേറ്റർമാര്, അതുപോലെ തന്നെ ആസൂത്രണ ശേഷി ഉള്ളവര്, അതുപോലെ നിരീക്ഷണം എന്നിവയ്ക്കൊക്കെ ആവശ്യമായ ഡേറ്റയും സംവിധാനങ്ങളൊന്നും നമുക്ക് ചില സമയത്ത് കിട്ടാറില്ല. സോ ദെൻ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആൻഡ് സ്റ്റേറ്റ് ലോക്കൽ ടെൻഷൻസ്. നമ്മൾ ഡി പറഞ്ഞാണ് രാഷ്ട്രീയ ഇടപെടലുകൾ, സംസ്ഥാന സംഘർഷവും. നമുക്കറിയാം ഏതൊരു കേസ് വന്നാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ഓപ്പൺ ഡിസിഷൻസ് അലൗസ് വേരിയൻ ഡിഗ്രീസ് ഓഫ് ഇൻഫ്ലുവൻസ് ഇൻക്ലൂഡിംഗ് എന്താണ് സൂപ്രിൻറ്റൻഡൻസ് ഓവർ വർക്ക് പ്ലാൻസ് ആൻഡ് ഫണ്ട് വിച്ച് പ്രൊഡ്യൂസ് ഹെട്രോജീനിയസ് ഔട്ട്കംസ്. നമ്മൾ അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ നമുക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് നമ്മൾക്ക് എന്താണ് ലോക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്ത്. സോഷ്യൽ ഇൻഇക്വാലിറ്റീസ് ഓൾറെഡി പറഞ്ഞത് തന്നെയാണ് അല്ലേ. നമുക്ക് സോഷ്യൽ ഇൻഇക്വാലിറ്റീസ് നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. അതായത് നമ്മുടെ കാസ്റ്റിന്റെ ഒക്കെ സോഷ്യൽ ഇൻഇക്വാലിറ്റീസ് നമുക്ക് വരുന്നുണ്ട്. സോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റൂറൽ ട്രാൻസ്ഫോർമേഷൻ. അത് നമ്മുടെ റൂറൽ ട്രാൻസ്ഫോർമേഷൻ എന്തെന്നാണ്. അതായത് നമ്മൾ ഈ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് കൊണ്ട് നമുക്ക് എന്ത് ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. എന്തൊക്കെ ചേഞ്ചസ് ആണ് നമുക്ക് വന്നത്? എന്തൊക്കെയാണ്? ക്ലാസ് ജെൻഡർ ഇതിനൊക്കെ ഷേപ്പ് മാറിയിട്ടില്ലേ? പഴയ പോലാണോ ഇപ്പോ? ജെൻഡർ ഈക്വാലിറ്റി വന്നിട്ടുണ്ട്. പിന്നെ വിമൻ എംപവർമെന്റ് വന്നിട്ടുണ്ട്. പിന്നെ 33% അവർക്ക് വേണ്ടിയിട്ട് റിസർവ്ഡ് ലോക്കൽ ആൻഡ് അതുപോലെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ, അതെ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കമ്മീഷൻ അല്ലേ. നമ്മളിപ്പോ ഇതിനകത്ത് ബുക്കിനകത്ത് ഇത്ര ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിനകത്ത് ആഡ് ചെയ്ത് എഴുതാൻ പറ്റും കേട്ടോ. നമുക്ക് പണ്ടൊക്കെയുള്ള നമ്മുടേതായ അറിവുകൾ ഇതിന്റെ അകത്ത് ഇടാമല്ലോ പരീക്ഷ എഴുതുമ്പോൾ. അതെ അബ്സല്യൂട്ട്ലി നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അതായത് നമ്മള് ഈ പറഞ്ഞതുപോലെ നമ്മളുടെ എന്താണ് നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ്. ഇപ്പൊ നമ്മൾ ഒരു പുസ്തകം എഴുതുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ പുസ്തകം എഴുതിയ ഒരാള് അയാൾ ആ കുറച്ചു കാലത്ത് മുന്നേ എഴുതിയ ബുക്കാണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലേ. അതെ അതെ. അല്ലാതെ അന്ന് രാവിലെ എഴുതിയ ബുക്കല്ല നമുക്ക് കിട്ടുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അപ്ഡേറ്റ് ആവണം. അപ്പൊ നമ്മൾ ഇതിനകത്ത് നിന്ന് നമ്മൾ ഇതിനകത്ത് ഈ പറയുന്ന പല കാര്യങ്ങളിലും ഇപ്പൊ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കുഞ്ഞു യൂണിറ്റ് ആണ്. ഈ കുഞ്ഞിനകത്ത് വലുതായിട്ടൊന്നും ഇല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം. നോക്കി നോക്കി ആകെ 2-5-6 പേജ് ഉള്ള ഒരു യൂണിറ്റ് ആണ് ട്രെൻഡ്സ് ആൻഡ് ചേഞ്ചസ് ഇൻ റൂറൽ സൊസൈറ്റി. ഈ പഞ്ചായത്തിൽ ട്രെൻഡ്സ് ആൻഡ് ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടന്റ് എന്താണ്? PRIയുടെ ചേഞ്ചസ് ആണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം എഴുതാം, മനസ്സിലായോ? അപ്പൊ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി വന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്തായിട്ട് മെയിൻ ആയിട്ട് ഈ അഡമെന്റ് വഴി നമുക്ക് എന്തൊക്കെ വന്നു, ഇലക്ഷൻ കമ്മീഷൻ വന്നു. അപ്പൊ നമ്മുടെ ഇലക്ഷനെ കുറിച്ചും അതിനെക്കുറിച്ചും എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ കമ്മീഷനെ കുറിച്ചും അത് കണ്ടില്ലേ. അതുപോലെ തന്നെ മുമ്പ് നമ്മളുടെ അവസ്ഥ എന്തായിരുന്നു, മനസ്സിലായോ? കമ്പാരിസൺ, ആ കമ്പാരിസൺ എന്തായിരുന്നു എന്നുള്ളതും, പിന്നെ ഇതിനകത്ത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമായിട്ടും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ എക്കണോമി സിസ്റ്റമായിട്ടും പിന്നെന്താണ് നമുക്ക് എന്താണ് അതിന്റെ റൂറൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ സാധിച്ചതും എല്ലാം ഇതിനകത്ത് എഴുതും. അതിനുശേഷം നമുക്ക് എന്താണ് അതിന്റെ ഒരു എന്തൊക്കെയാണ് അതിന്റെ ഒരു ചേഞ്ചസ്, അതിന്റെ ചലഞ്ചസ് ഉണ്ട്. നമുക്ക് മേളിലെവിടെ കണ്ടു ചലഞ്ചസും ഉണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മൾ അതിനകത്ത് കൊണ്ടുവന്നത്, ആ ഒരു എന്താണ് അത് ചലഞ്ചസ് എന്തായിരുന്നു എന്നുള്ളതും നമുക്ക് അതിനകത്ത് എഴുതാം. അത് നിങ്ങൾ എഴുതിയതിന് ശേഷം എന്താണ് ഫിനാൻഷ്യലിനൊക്കെ ഡിലേ വരുന്നുണ്ട്, പിന്നെ പെൻഷൻ ഡെവല്യൂഷൻ വരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ എക്കണോമി ക്വാളിറ്റിയിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, പിന്നെ അവരുടെ കപ്പാസിറ്റിയിൽ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ഈ റൂറൽ ട്രാൻസ്ഫോർമേഷൻ അണ്ടർ 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റിൽ എന്തൊക്കെ വ്യത്യസ്തങ്ങളാണ് കൊണ്ടുവന്നത് എന്നുള്ളതും കൂടെ എഴുതി കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയി. ഇതിനകത്ത് എന്തൊക്കെ വല്ല ക്വസ്റ്റ്യൻ 1 മാർക്ക് 2 മാർക്ക് വല്ലതും ചോദിക്കോ അല്ലെങ്കിൽ ആ കമ്പാരിറ്റീവ് ചോദിക്കോ എന്നുള്ളതും നമുക്കറിയില്ല. പക്ഷെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. നിങ്ങളുടെ മൈൻഡിൽ മെയിൻ ആയിട്ട് എന്തൊക്കെ വരണം, ഈ പറഞ്ഞതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും ഫിനാൻഷ്യൽ കമ്മീഷനും
എല്ലാം ഓടി വന്നാൽ മതി. അതിന്റെ കൂടെ തന്നെ വുമൺ കമ്മീഷൻ നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് നമുക്ക് ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് നമുക്ക് ആഡ് കുട്ടിന് പീരെ പോലെ ഇടയ്ക്കിട്ട് നമുക്ക് എഴുതി വിമൻ പോകാം. കമ്മീഷനും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാമല്ലോ. എന്ന് വന്നു, ആരായിരുന്നു ഫസ്റ്റ് നമുക്കത് ചെയർമാൻ. ആഡ് ചെയ്യാം, അതിന് തെറ്റൊന്നുമില്ല. പക്ഷെ മെയിൻ പോയിന്റ് അതിലുണ്ടായിരിക്കും. അതാണ് നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ അതിന്റെ മെയിൻ പോയിന്റ് എഴുതി കഴിഞ്ഞിട്ട് സബ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് നമുക്ക് കൊടുക്കാം. പിന്നെ PRIs ആണല്ലോ ഇതിനകത്ത് മെയിൻ ആയിട്ട് വരിക. അപ്പൊ ആ PRIസിന് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്, അവൾ ഈ 11th ഷെഡ്യൂൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 11th ഷെഡ്യൂൾ എന്താണ്, അതിനകത്ത് എന്തിനെ കുറിച്ചിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്, അതിനകത്ത് തന്നെ വേണമെങ്കിൽ ഒരു എസ്സേ എഴുതാനുണ്ട് ഇല്ലേ. ഒരുപാട് പറഞ്ഞു ദാരിദ്ര്യ നിർമ്മാർജ്ജനവും എംപവർമെന്റും ഒക്കെ നമ്മൾ അതിൽ വരുന്നുണ്ട്. അതിനൊക്കെ കൂടെ നീട്ടി എഴുതി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏറെക്കുറെ ആ ഒരു ഇത് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിനകത്തുള്ളത്. ഈ ഒരു മെയിൻ ഇതായത് ഞാൻ പറഞ്ഞില്ല 73rd അമെൻമെന്റിന്റെ ആർട്ടിക്കിൾ ഒരു ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് ആ ഒരു ഇലക്ഷൻ റിസർവേഷൻ SC/ST അങ്ങനെയൊക്കെ പഞ്ചായത്ത് രാജിന്റെ ആ ഒരു കീ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ കമ്മിറ്റി മേത്ത കമ്മിറ്റി 1957, അതുപോലെ അശോക് മേത്ത കമ്മിറ്റി തന്നെ 1978. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഇതിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് ഓഫ് ആർട്ടിക്കിൾസ് ആഡഡ് ബൈ 23rd അമെൻമെന്റ്. ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം 23rd, ഇങ്ങനെയാണ് അതിന്റെ ക്വസ്റ്റ്യൻസ്. അതുപോലെ ഹൗ മെനി സബ്ജക്ട്സ് ആർ ലിസ്റ്റഡ് ഇൻ 11th ഷെഡ്യൂൾ നമ്മളത് പറഞ്ഞു പോയില്ലേ. ബട്ട് മിനിമം പഞ്ചായത്ത് അമെൻമെന്റ് റിസർവ് ഓഫ് വുമന്റെ പ്രപ്പോർഷൻ 1/3 പറഞ്ഞില്ലേ. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഇതൊക്കെ ഏതാണ്ട് അത് തന്നെ. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കമ്മീഷൻ, then how did the adamant aim to improve electoral regulatory of PRIs, why constitution state PRIs matters, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ തരിക. പിന്നെ ആൻസർ ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട് ആർട്ടിക്കിള്. അതുപോലെ നിങ്ങൾക്ക് അതിനകത്ത് ഇത് ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ്, കണ്ടില്ലേ 2ാമത്തെ. അടുത്തത് അസംബ്ലി ഫോർ ഓൾ ഓഡറ്റ് വില്ലേജ് 29 സബ്ജക്ട്സ് ആണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. 1/3 അതായത് 33.3% സീറ്റ് റിസർവേഷൻ ആണ്. പിന്നെ ഇതാണ് നമ്മുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ്. ഇതുപോലെ ഏറെക്കുറെ അസൈൻമെന്റ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. കണ്ടോ, ആ ഒരു കുഞ്ഞു യൂണിറ്റ് ആണെങ്കിലും ഇത്രയും അസൈൻമെന്റ് ക്വസ്റ്റ്യൻ 4 കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രൈബ് ആൻഡ് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ കീ പ്രൊവിഷൻസ് ഓഫ് 73rd അമെൻമെന്റ്. അപ്പൊ അതിനകത്ത് നമ്മൾ എന്ത് കൊടുക്കണം അതും നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ചൂസ് ഫോർ റിസർവേഷൻ, ഗ്രാമസഭ, SC/ST, SFSC, SCC, 11th ഷെഡ്യൂൾ. അതായത് നമ്മൾ എന്താണ് ഫിനാൻഷ്യൽ കമ്മീഷന്റെ, ഇലക്ഷൻ കമ്മീഷനെ, അതുപോലെ തന്നെ റിസർവേഷനെ, ഗ്രാമസഭയെ എല്ലാം കൂടി ആഡ് ചെയ്ത് എഴുതുമ്പോൾ അതിന്റെ ആൻസർ ആയി. അതുപോലെ തന്നെ കമ്പയർ ദ ഫീച്ചേഴ്സ് ഓഫ് PRIs ബിഫോർ ആൻഡ് ആഫ്റ്റർ 73rd അമെൻമെന്റ് യൂസിങ് സ്റ്റേറ്റ്. ഇപ്പൊ കർണാടകയും കേരളയും രാജസ്ഥാനെയും മഹാരാഷ്ട്രയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും എഴുതാം. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിനകത്തു നിന്നുള്ള ആൻസേഴ്സും ഒക്കെ വരുന്നത്. ക്വസ്റ്റ്യൻ ആൻസറിന്റെ ഭാഗം ഒബ്ജക്റ്റീവ്സ് ക്വസ്റ്റ്യന്റെ 10 എണ്ണമാണേ. വല്ല ഫോട്ടോ എടുക്കോ നോക്കോ എല്ലാം ചെയ്യുന്നെങ്കിൽ നോക്കിക്കോ. നിങ്ങൾക്ക് ബുക്ക് വരും, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഇതിന് സൈറ്റിൽ ഒന്ന് കയറി നോക്കണേ. കയറിയിട്ട് ആ പറഞ്ഞ വെബ്സൈറ്റിൽ പോയി ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുമ്പോൾ ഈ PDF-കളും അതുപോലെ തന്നെ ബാക്കി നിങ്ങൾക്ക് ആവശ്യമായ ഡേറ്റകളും അസൈൻമെന്റ് ക്വസ്റ്റ്യൻസും എല്ലാം അതിനകത്തുണ്ടോ. അത് മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഓൺഗോയിങ് ആണ്. എന്നാൽ പോലും ഒരുപാട് അതിനകത്ത് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നിങ്ങളത് നോക്കാതെയാണ് പരാതി പറയുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് അതിന്റെ റിവ്യൂ എനിക്ക് അടുത്ത ക്ലാസ്സിൽ തരണം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ അതിന്റെ റിവ്യൂ തരണം. നിങ്ങൾ പറഞ്ഞ പോലെ PPT ഇട്ടതില് കുഴപ്പമൊന്നുമില്ലല്ലോ, സെറ്റ് അല്ലേ, കറക്റ്റ് അല്ലേ? ഇപ്പൊ മറ്റേതിനേക്കാളും നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് ചെയ്യാൻ പറ്റിയല്ലോ. അതെ, നമ്മൾ 6 മണിക്ക് കൃത്യമായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് 7:15 നമുക്ക് വൈൻഡപ്പ് ചെയ്യാനും പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇന്ന് ഒരു യൂണിറ്റേ ഉള്ളോ? ഇന്ന് ഞാൻ ഒരു യൂണിറ്റ് എടുത്തില്ല, അതുകൊണ്ട് 1.5 മണിക്കൂർ ഷെഡ്യൂൾ ചെയ്ത്. ഇന്ന് ഒരു യൂണിറ്റേ ഉള്ളൂ. ഇതിന്റെ ബാക്കി ഇനി ഇതിനേക്കാൾ ചെറുതായിട്ട് ഒരു കുഞ്ഞു യൂണിറ്റ് കൂടി ബാക്കിയുണ്ട്. അത് നമ്മുടെ ഫൗസിയ ഷുക്കൂർ എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ചത്തേക്കാണ്. നിങ്ങൾക്ക് വന്നോ അതിന്റെ ഷെഡ്യൂൾ വന്നോ? തിങ്കളാഴ്ച വന്നിട്ടുണ്ടാവുമല്ലോ. ഇല്ല മാം, തിങ്കളാഴ്ചത്തെ വന്നിട്ടില്ല. തിങ്കളാഴ്ച വന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കിയല്ലേ നോക്കിക്കേ. വന്നിട്ടുണ്ട്. ഒന്ന് സെക്കൻഡ്. ഒന്ന് തിങ്കളാഴ്ച സാറാ എടുക്കുന്നേ.
അല്ല തിങ്കളാഴ്ച സാറല്ല ഓറെ ഏതാ നോക്കാം ഇപ്പം നോക്കാം. തിങ്കളാഴ്ച സെയിം അല്ലേ? ഇന്ത്യക്ക് 2 B21 SO06 DC ബ്ലോക്ക് 5 യൂണിറ്റ് 2 ആരാ നോക്കിയേ? ഫൗസി ഷുക്കൂർ അല്ലേ? തിങ്കളാഴ്ച മീൻസ് 11ന് ഉണ്ട്. 11ന് എടുക്കുന്നത് ഫൗസിയ ഷുക്കൂർ. ഫൗസി ഷുക്കൂറാണ്. അത് 8 PM to 9:30 PM. യെസ്, ഫൗസി അത് ഇന്നത്തെ കുറച്ച് തിരക്കൊണ്ട് ഇന്ന് ശരിക്കും എടുക്കേണ്ടത് റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതാണ് അന്നത്തേക്ക്. നാളെ ഉണ്ട്. നാളെ 7 to 10 ബ്ലോക്ക് 6. അതാരാ അത് എടുക്കുന്നത് ഡോക്ടർ ജാൻ എലിസബത്ത് ജോസഫ്, നമ്മുടെ പഴയ HOD. ഓക്കെ. അപ്പൊ ഇവരാണ് 5 ഫാക്കൽറ്റി ആണുള്ളത് കേട്ടോ. നിങ്ങൾ പഠിച്ചു വെച്ചോ. ഒന്ന് ഡോക്ടർ ജാൻ മറ്റു എല്ലാവർക്കും കിട്ടി കാണൂലേ? ഇത് അവര് കാണാത്തതായിരിക്കും ചിലപ്പം. കാണാത്തവരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ ടീച്ചറാണ് നമ്മുടെ ഒരു ഫാക്കൽറ്റി. ഒന്നെന്ന് പറഞ്ഞ ഫൗസി ഷുക്കൂർ. പിന്നെ നിങ്ങൾക്ക് അബ്ദുൾ റസാഖ് എടുത്തില്ലേ ക്ലാസ്? അബ്ദുൾ റസാഖ് പിന്നെ ഞാൻ, പിന്നെ ഉള്ളത് അഹമ്മദ് സിറാജുദ്ദീൻ. സിറാജ് എടുത്തോ? ഇല്ല. സിറാജ് PG പോയി കാണും. സിറാജ് അങ്ങോട്ടാണ്. അങ്ങനെ 5 പേരാണ് നമ്മുടെ ഫാക്കൽറ്റി ഉള്ളത്. 5 പേര്. ബാക്കിയുള്ളത് ഇനി പറയാൻ കാര്യം വേറൊന്നുമല്ല. ഇനി ഇപ്പൊ ക്ലാസ്സുകളുടെ എണ്ണങ്ങൾ അങ്ങനെ കൂടുമല്ലോ. എണ്ണം കൂടുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്നുള്ള, അതായത് നിങ്ങൾക്ക് ഈ LSകളിൽ ക്ലാസ് എടുക്കാൻ വരുന്ന കൗൺസിലേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അവർക്കും കൂടി ക്ലാസ് കൊടുക്കും. അപ്പം ചില സമയത്ത് ക്ലാസ് എടുക്കുന്നത് അവരായിരിക്കും. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഫീഡ്ബാക്കുകളോ എന്തെങ്കിലും കാര്യങ്ങളോ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ നമ്പറിൽ നമ്മളെ അറിയിക്കണം. കോണ്ടാക്ട് നമ്മുടെ ഫീഡ്ബാക്ക് പറയണം. അതാണ്. അപ്പൊ അവരോട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഇതുപോലെ തന്നെ ക്ലിയർ ചെയ്യാം. നന്നായിട്ട് ക്ലാസ് എടുക്കുന്നവരാണ്. എന്നാൽ പോലും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അസൈൻമെന്റ് അങ്ങനെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് പരമായിട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ ഈ 5 ഫാക്കൽറ്റിയോട് നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും പറയാം. അവരതിന്റെ ആക്ഷൻ എടുത്തിട്ട് പറഞ്ഞു തരും. സോ ഇത്രയൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. എന്നാൽ നാളെ എനിക്ക് ഇൻഡക്ഷൻ ഉണ്ടെന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. നാളെ രാവിലെ അടുത്ത ഇന്ത്യക്കിന്റെ അതിന്റെ ഡ്യൂട്ടി ഉണ്ട്. ഡൗട്ട് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇനിയിപ്പോ പുസ്തകം കിട്ടി ഒന്നും കൂടെ വായിച്ച്, പുസ്തകം ശരിക്കും നമുക്ക് കിട്ടിയിട്ട് ശരിക്കും ഞാൻ ആദ്യത്തെ ഫസ്റ്റ് സെമ്മിന്റെ പുസ്തകങ്ങളാണ് ഞങ്ങൾക്ക് അന്ന് ആ സെമസ്റ്റർ മാത്രം നല്ലോണം പോയി. അസൈൻമെന്റും പുസ്തകവും അതിന്റെ കൃത്യമായിട്ട് കിട്ടി. അത് നമുക്ക് പീസ്ഫുള്ളി തീർക്കാം. അതിനുശേഷമുള്ള ഓൾ ദ സെമസ്റ്റേഴ്സ് നമുക്ക് ഒരു സ്ട്രെസ്സിലാണ് പോകുന്നത്. ഇപ്പം ഡബിൾ സ്ട്രെസ്സായി. കാരണം ഡെസർട്ടേഷൻ ഉണ്ട്, അസൈൻമെന്റ് ഉണ്ട്. അപ്പം ബുക്ക് വന്നാല് ഗൈഡിന് വേണ്ടിയിട്ട് ഞങ്ങള് കൽപ്പറ്റയുള്ളവര് നാളെ രാവിലെ പോകാനായിട്ട് നിൽക്കുക. ഒരു സാറിനോട് ചോദിച്ചിട്ടുണ്ട്. സാറിന്റെ പേര് അർജുൻ എന്ന് പറഞ്ഞ ഒരു സാറിനോട്. നിങ്ങളെ പഠിപ്പിക്കുന്ന കൗൺസിലേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ അല്ലേ? അല്ല, പഠിപ്പിക്കുന്നില്ലല്ലോ. ഞങ്ങൾക്ക് ആകെ സോഷ്യോളജിയില് ആകെ ഒരു സാറ്, ഈ അർജുൻ എന്ന് പറഞ്ഞ സാറ് 2 മണിക്കൂർ. ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? LSC കോർഡിനേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പേരും പിന്നെ നിങ്ങളുടെ കോണ്ടാക്ട് നമ്പറും പേരുമായിട്ട് ഒരു ലിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജിക്ക് അയച്ചു തന്നാൽ നമ്മൾ ഇവിടുന്ന് ഗൈഡിനെ അസൈൻ ചെയ്ത് കൊടുക്കും. കാസർഗോഡ് LSCക്കും നാട്ടകവും എല്ലാം ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ നല്ല. കാരണം നമ്മൾ ചെന്ന് ചോദിക്കുമ്പോ അവര് ഇപ്പം നമ്മുടെ ഹിസ്റ്ററിയിലുള്ള ഒരാൾ ചോദിച്ചിട്ട് അവര് റിഫ്യൂസ് ചെയ്തെന്ന് പറഞ്ഞു ഒരു ടീച്ചർ. ഇനി നിങ്ങൾക്ക് നിങ്ങളെ ക്ലാസ് എടുക്കുന്ന നിങ്ങളുടെ 5 അധ്യാപകർ ഇപ്പൊ ക്ലാസ് എടുത്തില്ലേ? 4 പേര് ചോദിക്കാമല്ലോ. അതിപ്പോ നമുക്കറിയില്ലല്ലോ ടീച്ചർ. നമ്മളിപ്പോ നമ്മള് പഠിക്കുന്ന നമ്മുടെ LSM നമ്മുടെ സെന്റർ എവിടെയാന്ന് വെച്ചാൽ അവിടെയല്ലേ നമ്മൾ പോകുന്നത്. അല്ലാണ്ട് നമുക്ക് അറിയില്ലല്ലോ ഇങ്ങനെ. നമ്മള് കാസർഗോഡ് LSC ആണ്. നിലവില് നമ്മള് കാസർഗോഡ് 78 പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടെന്നത് കോർഡിനേറ്റർ അറിയിച്ചത് പ്രകാരം കോർഡിനേറ്റർ കൊല്ലം യൂണിവേഴ്സിറ്റിയിലേക്ക് അറിയിക്കുകയും അവിടുന്ന് നമുക്ക് 5 ഫാക്കൽറ്റികളെ അനുവദിച്ചു തരികയും 5 ഫാക്കൽറ്റികൾക്കും 10ഓളം വിദ്യാർത്ഥികളെ വിഭജിച്ച് കൊടുക്കുകയും അതിന്റെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. മറ്റ് LSCകൾ അതുപോലെ ചെയ്താൽ നന്നായിരിക്കില്ലേ? അല്ല, അത് അലോക്കേറ്റ് ചെയ്തത് ഞാനാണല്ലോ, HOD ഞാനാണല്ലോ. അതെ നമുക്കത് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇവരറിയാൻ വേണ്ടിട്ട് പറഞ്ഞത് സാറേ. ഓക്കെ. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങളിപ്പോ നാളെ രാവിലെ ഏറ്റവും ഒരു സാറ് അർജുൻ എന്ന് പറഞ്ഞ സാറിനെ കാണാനായിട്ട് രാവിലെ, കാരണം ഈ പിള്ളേരുടെ ഇതുള്ളത് കൊണ്ട് ഞങ്ങൾ രാവിലെ പോകാനായിട്ട് ഇരിക്കുവാണ്.
നിങ്ങൾ ഇനി ഇരിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ടൈം ഒന്നുമില്ല. നിങ്ങൾ ഇതിനാണ് ഇല്ല കോർഡിനേറ്റേഴ്സിനെ ആളെ കിട്ടണ്ടേ, ആളെ കിട്ടാതെ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ സെലക്ട് ചെയ്ത സബ്ജക്ട് അവര് അവിടെ സോഷ്യോളജിക്ക് ക്ലാസ് ഇല്ല എന്നുള്ള ബിലോ 20 വരുന്ന സ്ഥലങ്ങളിൽ അപ്പൊ തന്നെ യൂണിവേഴ്സിറ്റി കോർഡിനേറ്ററിനെ അറിയിച്ച്, കോർഡിനേറ്ററാണ് യൂണിവേഴ്സിറ്റി അറിയിക്കേണ്ടത്. അറിയിച്ചു കഴിയുമ്പോൾ നമ്മൾ അവരുടെ ലിസ്റ്റ് കോർഡിനേറ്റർ ഇങ്ങോട്ട് അയച്ചു തരിക. നമ്മൾ ആ ലിസ്റ്റ് ഡിവൈഡ് ചെയ്ത് ഗൈഡ് അസൈൻ ചെയ്ത് തിരിച്ചു തരും. അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാസർഗോഡിന്. എന്നിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, ഓരോരുത്തരും ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, അവർക്ക് ഡെസ്റ്റിനേഷന് വേണ്ടുന്ന ഗൈഡൻസ് കൊടുത്തു, ഒരു മോഡലും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇല്ലേ? പറഞ്ഞ കുട്ടി എന്റെ ഗൈഡ് ഞാനാണോ അണ്ടർ ഗൈഡൻസ് എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഇന്നലെ ഞാൻ മീറ്റിംഗും വെച്ചു, അവർക്ക് ഇന്ന് നാളെ ആയിട്ട് ഞാൻ വർക്കും കൊടുത്തിട്ടുണ്ട്. ആ കുട്ടിയുടെ ഗൈഡ് ആരാന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഞാനാണെങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇല്ല നമുക്ക് അപ്പൊ നിങ്ങൾ നാളെ ഒന്ന് നാളെ വല്ലവരോട് പോയി ചോദിച്ചിട്ടുണ്ടെന്നും ആവശ്യം. നിങ്ങൾ കോർഡിനേറ്ററെ കോൺടാക്ട് ചെയ്യാൻ, കോർഡിനേറ്റർ അറേഞ്ച് ചെയ്ത് തരും. പ്രിയയുടെ ഗൈഡ് ആരാ? പ്രിയയുടെ ഗൈഡ് പ്രിയ പി ഗൈഡ് ആരാ? പോയെന്ന് തോന്നുന്നു. ഇല്ല, പ്രിയ ലൈനിലുണ്ട്. പോയോ? ഇല്ല. ഞങ്ങളിപ്പം ഗൈഡിന് നാളെ പോവുകയാണ്. നാളെ ഇപ്പൊ സാറ് എന്തെങ്കിലും ഒബ്ജക്ഷൻ പറയുവാണെങ്കിൽ നമ്മൾ ടീമിനോട് പറഞ്ഞ് കോർഡിനേറ്ററെ യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചിട്ട് പറയാം. ഓക്കെ, നമ്മൾ ഒരു കുട്ടികളെ പോലും അങ്ങനെ ഇതാക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും നമുക്ക് അപ്പൊ ഇനി കുറച്ച് ദിവസമുള്ളൂ. അന്നേരം അല്ല നമ്മുടെ ഹിസ്റ്ററിയിൽ ഒരു കുട്ടിയുള്ള അവര് ചോദിച്ചപ്പോ ടീച്ചർ റെഫ്യൂസ് ചെയ്തു. അവര് പിന്നെ ആരെയോ തപ്പി പോയേക്കുവാണ് ഇന്ന്. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാൻ, നിങ്ങൾ കോർഡിനേറ്ററെ കാണുക, നിങ്ങൾ അറിയിക്കുക. പ്രിഫറൻസ് ഉണ്ട്. ആയിക്കോട്ടെ. നമുക്ക് ഇത് ഈ പ്രൊജക്റ്റ് കൂടാതെ മറ്റേ 4 സബ്ജക്റ്റിനും അസൈൻമെന്റും ഉണ്ടല്ലേ? ഒരു പ്രോജക്റ്റ് ഉണ്ട്. സബ്ജക്റ്റ് അല്ലേ? പ്രൊജക്റ്റ് ഒന്നായില്ലേ? പിന്നെ 3 സബ്ജക്റ്റിനുള്ള അസൈൻമെന്റ് ഉള്ളത്. അങ്ങനെയാണോ? അല്ല, 4 സബ്ജക്റ്റ് 3 പ്രൊജക്റ്റ്, ബാക്കി 3 സബ്ജക്റ്റ് അല്ലേ? സെപ്പറേറ്റ് അല്ലേ? പ്രൊജക്ട് സെപ്പറേറ്റ് അല്ലേ? ക്ലാസ്സിൽ ഡൗട്ട് ഇല്ലാത്തൊരു കേട്ടോ. ക്ലാസ് കഴിഞ്ഞു. ഡൗട്ട് കഴിഞ്ഞെങ്കിൽ എനിക്ക് പോകാം. ആയിക്കോട്ടെ. അതിപ്പോ അസൈൻമെന്റിനെ കുറിച്ച് പിന്നെ ചോദിക്കാം നമുക്ക്. താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച്. ആയിക്കോട്ടെ. അതിപ്പോ അസൈൻമെന്റിനെ കുറിച്ച് പിന്നെ ചോദിക്കാം നമുക്ക്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ആയിക്കോട്ടെ, താങ്ക് യു. ആയിക്കോട്ടെ, താങ്ക് യു.
വരുന്നില്ലടാ കോള്.